يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ സൂറത്തുൽ ഖസസിലാണ്. സൂറത്തുൽ ഖസസ് ഇൻഷാ അല്ലാഹ് ആദ്യം മുതൽ എടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുത്തവും പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ യുദ്ധങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാവലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകത്തിലും കാവലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ സൂറത്തുൽ ഖസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സൂറത്തുൽ ഖസസ് 11 ആയത്ത് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മളത് രണ്ടാമത് ആദ്യം മുതൽ തന്നെ എടുക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് കറക്റ്റായിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് രണ്ടാമത് എടുക്കുന്നത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഖസസ് മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതിൽ 88 ആയത്തുകളാണുള്ളത്. സൂറത്തുൽ ഖസസ് 88 ആയത്തുകളാണുള്ളത്. മദീനയിൽ അവതരിച്ചതാണെന്നും മദീനയിലേക്കുള്ള വഴിമുത്തി ഹിജ്റിൽ അവതരിച്ചതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖസസിലാണ്. ഖസസ് എന്ന് പറഞ്ഞാൽ തന്നെ കഥകളാണ്. കഥകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ച കഥകൾ തന്നെയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി വിശദീകരിച്ച് പറയാണ്. ഇതിൽ നിന്നാണ് പല കഥകളും പിന്നെ ഇന്ന് കാണുന്ന പല പല പിന്നെ എന്താ പറയാ കവിതകളും ഒക്കെ ഉണ്ടായത് ഈ ഒരു സൂറത്തിനെ ബേസ് ചെയ്തിട്ടാണ് പലരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ മീം. കേവലാക്ഷരങ്ങളാണ്. അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാഹു അലം. സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എത്രയാവ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم طاسين ميم. സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എത്രയാവ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മൂസയുടെയും ഫിറഔന്റെയും വൃത്താന്തത്തിൽ നിന്ന് സത്യപ്രകാരം നിനക്ക് നാം ഓതി കേൾപ്പിക്കുന്നു. തീർച്ചയായും ഫിറഔൻ നാട്ടിൽ ഔന്നത്യം നടിച്ചു. അവിടുത്തുകാരെ അവൻ വ്യത്യസ്ത കക്ഷികളാക്കി തീർക്കുകയും ചെയ്തു. അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കിയിട്ട് അവരുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അവൻ നാശകാരികളിൽ പെട്ടവനായിരിക്കുന്നു. നാം ആകട്ടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനും അവരെ നേതാക്കളാക്കുവാനും അവരെ നാടിന്റെ അനന്തരാവകാശികളാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആ മർദ്ദിതർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിറഔനും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും അവരിൽ നിന്ന് തങ്ങൾ ആശങ്കിച്ചിരുന്നതെന്തോ അത് കാണിച്ചു കൊടുക്കുവാനും നാം ഉദ്ദേശിക്കുന്നു. മൂസയുടെ മാതാവിന് നാം ബോധനം നൽകി അവന് നീ മുല കൊടുത്തുകൊള്ളുക. ഇനി അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവനെ നീ നദിയിലിട്ടേക്കുക. നീ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട. തീർച്ചയായും അവനെ നാം നിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുന്നതുമാണ്. എന്നിട്ട് ഫിറഔന്റെ ആളുകൾ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു. അവരുടെ ശത്രുവും ദുഃഖഹേതുവുമായി തീരുവാൻ വേണ്ടി. തീർച്ചയായും ഫിറഔനും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും അബദ്ധം പറ്റിയിരിക്കുന്നു. ഫിറഔന്റെ ഭാര്യ പറഞ്ഞു, എനിക്കും അങ്ങേക്കും കണ്ണിന് കുളിർമയത്രേ ഈ കുട്ടി. അതിനായി ഇവനെ നിങ്ങൾ കൊല്ലരുത്. ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം. അല്ലെങ്കിൽ ഇവനെ നമുക്ക് ഒരു മകനായി സ്വീകരിക്കാം. അവർ യാഥാർത്ഥ്യം ഗ്രഹിച്ചിരുന്നില്ല. മൂസയുടെ മാതാവിന്റെ മനസ്സ് അന്യചിന്തകളിൽ നിന്ന് ഒഴിവായി തീർന്നു. അവളുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ അവന്റെ കാര്യം അവൾ വെളിപ്പെടുത്തിയേക്കുമായിരുന്നു. അവൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടി അത്രേ നാം അങ്ങനെ ചെയ്തത്. അവൾ
അവന്റെ മൂസയുടെ സഹോദരിയോട് പറഞ്ഞു, നീ അവന്റെ പിന്നാലെ പോയി അന്വേഷിച്ചു നോക്കൂ. അങ്ങനെ ദൂരെ നിന്ന് അവൾ അവനെ നിരീക്ഷിച്ചു. അവർ അതറിഞ്ഞിരുന്നില്ല. അതിനു മുമ്പ് മുലയൂട്ടുന്ന സ്ത്രീകൾ അവന് മുല കൊടുക്കുന്നതിന് നാം തടസ്സമുണ്ടാക്കിയിരുന്നു. അപ്പോൾ അവൾ സഹോദരി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇവനെ സംരക്ഷിക്കുന്ന ഒരു വീട്ടുകാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിവ് തരട്ടെയോ? അവർ ഇവന്റെ ഗുണകാംക്ഷികളായിരിക്കുകയും ചെയ്യും. അങ്ങനെ അവന്റെ മാതാവിന്റെ കണ്ണ് കുളിർക്കുവാനും അവൾ ദുഃഖിക്കാതിരിക്കുവാനും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അവൾ മനസ്സിലാക്കുവാനും വേണ്ടി അവനെ നാം അവൾക്ക് തിരിച്ചേൽപ്പിച്ചു. പക്ഷെ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മൂസ ശക്തി പ്രാപിക്കുകയും പാകത എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നാം വിവേകവും വിജ്ഞാനവും നൽകി. അപ്രകാരമാണ് സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇത് മൂസ അലൈഹി ഇസ്ലാമിനെ ചെറുപ്പത്തിലെ എങ്ങനെയാണ് ഫിറാവിന്റെ കൊട്ടാരത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തിയതെന്ന് പഠിപ്പിക്കുകയാണ്. അതായത് ഫിറാവിന് അവിടെയുള്ള നാട്ടിലുണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി, ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊലപ്പെടുത്തി. പക്ഷെ ഈ ഒരു മകനെ മാത്രം, ഈ ഒരു ബാലനെ മാത്രം ഫിറാവിന് കൊലപ്പെടുത്തിയില്ല. കാരണം ഫിറാവിന്റെ കയ്യിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇവനെ വളർത്താൻ കൊടുത്തു, മൂസ അലൈഹി ഇസ്ലാമിനെ വളർത്താൻ കൊടുത്തു. അപ്പൊ അതോട് കൂടിയിട്ട് എന്തായി? അത് മകൻ എന്നുള്ള രീതിയിൽ അവര് ആ കുഞ്ഞിനെ വളർത്തി. അതോട് കൂടിയിട്ട് ഫിറാവിന് ആ കുഞ്ഞു കൂടി തനിക്ക് എതിരാവും എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തില്ല. അതോട് കൂടിയിട്ട് എന്തായി? ആ കുഞ്ഞ് തന്നെ എന്തായി? ഫിറാവിനെ കൊലപ്പെടുത്തുന്ന ലെവലിലേക്ക് അല്ല, ആ കുഞ്ഞു കാരണം തന്നെ മൂസ അലൈഹി ഇസ്ലാം കാരണമായിക്കൊണ്ട് ഫിറാവിനെ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു കുഞ്ഞു മാതാവിൽ നിന്ന് പാല് കുടിക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കുന്നതാണ്. ആ മാതാവിനെ ഇഷ്ടപ്പെടുന്നതും ആ പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും ഒരു അള്ളാഹുവിന്റെ ഹിക്മത്തിൽ സംഭവിക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ കഴിവല്ല എന്നുള്ളത് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. ബാക്കി ഒരു ആളുകളുടെയും പാല് കുടിക്കാൻ തയ്യാറായില്ല എന്ന്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വന്തം മാതാവ് തന്നെ കൊട്ടാരത്തിലേക്ക് എത്തുകയും അങ്ങനെ ആ കുഞ്ഞിന് പാല് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതെന്ന്. അപ്പൊ ഫിറൗന്റെ ഭാര്യ കുഞ്ഞിനെ എടുത്ത് വളർത്താമെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവര് കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് അവര് അംഗീകരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരറിഞ്ഞില്ല ഈ കുഞ്ഞിന്റെ മാതാവ് തന്നെയാണ് വന്ന് പാല് കൊടുത്തത് എന്ന് അവരറിഞ്ഞില്ല. കുഞ്ഞ് വളർന്നു, കൊട്ടാരത്തിൽ തന്നെ വളർന്നു. അങ്ങനെ വളർന്നു വലുതായതിനു ശേഷമാണ് കുഞ്ഞിനെ ഇവര് പുറത്തു വിടുന്നത്. അതുവരെ ഇവര് കുഞ്ഞിനെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ വളർത്തുമായിരുന്നു. അദ്ദേഹം പുറത്തൊന്നും കണ്ടിട്ടില്ല, ലോകമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പുറത്തിറങ്ങുന്ന കഥയാണ് പിന്നീട് വരുന്നത് കേട്ടോ. പട്ടണവാസികൾ അശ്രദ്ധരായിരുന്ന സമയത്ത് മൂസ അവിടെ കടന്നു ചെന്നു. അപ്പോൾ അവിടെ രണ്ട് പുരുഷന്മാർ പരസ്പരം പൊരുതുന്നതായി അദ്ദേഹം കണ്ടു. ഒരാൾ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ, മറ്റൊരാൾ തന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടവനും. അപ്പോൾ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടവനെതിരിൽ അദ്ദേഹത്തോട് സഹായം തേടി. അപ്പോൾ മൂസ അവനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ഇത് അവന്റെ കഥ കഴിച്ചു. മൂസ പറഞ്ഞു, ഇത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു. അവൻ വ്യക്തമായും വഴിപഴപ്പിക്കുന്ന ശത്രു തന്നെയാകുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ്, തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അന്യായം ചേർത്തിയിരിക്കുന്നു. അതിനാൽ നീ എനിക്ക് പുറത്തു തരയണമേ. അപ്പോൾ അദ്ദേഹത്തിന് അവൻ പുറത്തു കൊടുത്തു. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകും. നമ്മളൊരു തിന്മ ചെയ്താലും അറിയാതെ സംഭവിച്ചു പോയ തിന്മയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാപമോചനം കിട്ടും. എന്നാൽ അത് വൈകിച്ച് അതിനെ നമ്മൾ ന്യായീകരിച്ച് നമ്മളതിനെ പലതും പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നാല് ആ ശിക്ഷ അല്ലെങ്കിൽ ആ തെറ്റ് നമ്മുടെ മുകളിൽ എഴുതി രേഖപ്പെടുത്തപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുമ്പോൾ, എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ വേഗത്തിൽ അള്ളാഹുവിനോട് അഭയം തേടുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള പാപമോചനത്തിന്റെ അവസ്ഥ. അല്ലെങ്കിൽ മറ്റേത് നമ്മൾ അഹങ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ശിക്ഷ ഇറക്കുമ്പോഴാണ് നമ്മൾ പാപമോചനത്തിന് തേടുന്നത്. അപ്പോഴേക്കും എന്തായി? ശിക്ഷയുടെ കാഠിന്യം കൂടി നമ്മൾ അതുകൊണ്ട് പ്രയാസത്തിലാവുകയും ചെയ്യും. അപ്പൊ ഇദ്ദേഹം മൂസ അലൈഹി ഇസ്ലാം ഒരു ആളെ കൊല്ലുകയാണ്. അപ്പം ഈ ഒരു ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ശക്തി കൂടിയാണ് അത് കാണിക്കുന്നത്. അത്രയും ശക്തിമാനായിരുന്നു മൂസ അലൈഹി ഇസ്ലാം എന്നാണ്. ഒന്ന് അടിച്ചപ്പോഴേക്കും അയാള് മരിച്ചുപോയി എന്നുള്ളതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ എനിക്ക് അനുഗ്രഹം നൽകിയിട്ടുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ കുറ്റവാളികൾക്ക് സഹായം നൽകുന്നതിനാവുകയില്ല. ഇനി ഞാൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം
അതിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പിന്നീട് നമ്മള് കഹഫ്, സൂറത്തുൽ കഹഫിലും നമ്മൾ പഠിക്കുന്ന മൂസ അലൈഹി സ്വലാമിന് കുറച്ച് എടുത്തുചാട്ടം കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ആ സൂറത്തുൽ ഖസസ് പിന്നെ കഹഫിലും ഇതേപോലെ തന്നെ സംഭവിക്കുന്നത്. അത് പിന്നെ സൂറത്തുൽ കഹഫില് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിക്കൊണ്ട് പിന്നെ ഹില്ലർ എന്നിവരെ നൽകുകയും എന്നിട്ട് അവരുടെ അടുത്തും അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാം ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ നമ്മളെ അടുത്തും അങ്ങനെ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ എടുത്തു ചാടിക്കൊണ്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾ തടയപ്പെടും എന്നുള്ളത് നമ്മൾ പഠിക്കണം. നമുക്ക് ഒന്ന് ക്ഷമ കാണിക്കുകയും അതിനെ ഒന്ന് അവധാനതയോടുകൂടി നോക്കി കാണുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മുകളില് ഒരു ബാധ്യതയാണ്. കാരണം നമുക്ക് വരാൻ പോകുന്ന അനുഗ്രഹത്തെ അത് തടയും എന്നുള്ളത് കൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ അദ്ദേഹം പിന്നെ ആ ദുആ ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു തആലയോട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അതായത് കൊന്നത് ആരാണ്? ഭരണകക്ഷിയിൽപ്പെട്ടവനാണെന്ന്. കൊല ചെയ്തവന് ആരാണ്? കൊല്ലപ്പെട്ടവന് സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൊല ചെയ്തവൻ ആരാണ്? ഇസ്രായേലിയാണ്. അതായത് പിന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ എടുത്തു വളർത്തിയതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ വെച്ചിട്ട് ഇനി പിന്നെ മൂസ അലൈഹി ഇസ്ലാം കൊലപ്പെടുത്തിയത് പിന്നെ നെതിരെ മൂസ അലൈഹി ഇസ്ലാമിന് എതിരെ ആളുകൾ കൂടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഓടുകയാണ്. അങ്ങനെ അദ്ദേഹം പട്ടണത്തിൽ ഭയപ്പാടോടും കരുതലോടും കൂടി വർത്തിച്ചു. അപ്പോഴത്തെ തലേ ദിവസം തന്നോട് സഹായം തേടിയവൻ വീണ്ടും തന്നോട് സഹായത്തിന് മുറവിളി കൂട്ടുന്നു. മൂസ അവനോട് പറഞ്ഞു, നീ വ്യക്തമായ ഒരു ദുർമാർഗി തന്നെയാകുന്നു. അതായത് കഴിഞ്ഞ ദിവസം ആരാണോ സഹായത്തിന് വിളിച്ചുകൊണ്ട് ഇന്നൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞത്, അതിന് പിറ്റേ ദിവസം അതേപോലെ തന്നെ വേറൊരു പ്രവൃത്തി ചെയ്തിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ സഹായത്തിന് വിളിക്കുകയാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം പറയാണ്, നീ ഇന്നലെ അതന്നെയല്ലേ ചെയ്തത്? അപ്പൊ പിന്നെ നീ ഇങ്ങനെ ദുർമാർഗി ആയതുകൊണ്ടാണ് നീ ഇങ്ങനെ ആളുകളുമായിട്ട് വഴക്കൂടുന്നതും ഇതാക്കുന്നതും എന്ന് പറയാണ്. അപ്പൊ എന്നിട്ട് ഇരുവർക്കും ശത്രുവായിട്ടുള്ളവനെ പിടികൂടാൻ അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഹേ മൂസ, ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ നീ എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? നാട്ടിലൊരു പോക്കിരിയാകാൻ മാത്രമാണ് നീ ഉദ്ദേശിക്കുന്നത്, നന്മയുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ നീ ഉദ്ദേശിക്കുന്നില്ല. അതായത് പിന്നെ ആ വഴക്കുണ്ടാക്കിയ അവനെ പിടിക്കാൻ പോയപ്പം അവന് എന്ത് ചെയ്തു? അവന് പിന്നെ അലറി വിളിച്ചിട്ട് പറയും, നീ ഇന്നലെ കൊലപ്പെടുത്തിയില്ലേ ഒരാളെ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പൊ അതോട് കൂടിയിട്ട് എന്തായത്? മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓക്കെ. പട്ടണത്തിൽ അങ്ങേ അറ്റത്ത് നിന്നൊരു പുരുഷൻ ഓടി വന്നു. അയാൾ പറഞ്ഞു, ഹേ മൂസ, താങ്കളെ കൊല്ലാൻ വേണ്ടി പ്രമുഖ വ്യക്തികൾ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ താങ്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളുക. തീർച്ചയായും ഞാൻ താങ്കളുടെ ഗുണകാംക്ഷികളുടെ കൂട്ടത്തിലാകുന്നു. അങ്ങനെ ഭയപ്പാടോടും കരുതലോടും കൂടി അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. അദ്ദേഹത്തിന് അപ്പോഴേക്കും അള്ളാഹുൽ നിന്നുള്ള വഹി എത്താനും തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യണം. മദിയന്റെ നേർക്ക് യാത്ര തിരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് ശരിയായ മാർഗത്തിലേക്ക് എന്നെ നയിച്ചേക്കാം. മദിയനിലെ ജലാശയത്തിങ്കൽ അദ്ദേഹം ചെന്നപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അതിനടുത്ത് അദ്ദേഹം കണ്ടെത്തി. അവരുടെ ഇപ്പുറത്തായി തങ്ങളുടെ ആട്ടിൻപറ്റത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഇടയന്മാർ ആടുകൾക്ക് വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാനാവില്ല. ഞങ്ങളുടെ പിതാവാകട്ടെ വലിയ വൃദ്ധനുമാണ്. അങ്ങനെ അവർക്ക് വേണ്ടി അദ്ദേഹം അവരുടെ കാലികൾക്ക് വെള്ളം കൊടുത്തു. പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറിയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ രക്ഷിതാവ്, നീ എനിക്ക് ഇറക്കി തരുന്ന ഏതൊരു നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. റബ്ബി ഇന്നി ലിമാൻ സലത്തെ ലൈമിൻ ഖൈറുൻ ഫഖീർ. ഈ ദുആണ് നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ആയത്താണിത്. ഓക്കെ. എനിക്ക് ഇറക്കി തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആവശ്യക്കാരനാണെന്ന് ദുആ ചെയ്തു. അപ്പോൾ ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ നാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ആടുകൾക്ക് വെള്ളം കൊടുത്തതിനുള്ള പ്രതിഫലം താങ്കൾക്ക് നൽകുവാനായി എന്റെ പിതാവ് താങ്കളെ വിളിക്കുന്നു. അങ്ങനെ മൂസ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ കഥ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടേണ്ട, അക്രമികളായ ആ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, എന്റെ പിതാവെ, ഇദ്ദേഹത്തെ താങ്കൾ കൂലിക്കാരനായി നിർത്തുക. തീർച്ചയായും താങ്കൾ കൂലിക്കാരനായി എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ശക്തനും വിശ്വസ്തനുമായിട്ടുള്ളവൻ അത്രേ.
പിതാവ് പറഞ്ഞു, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എന്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി 10 വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം, നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുന്ന ഒരാളായി നിനക്ക് എന്നെ കാണാം. മൂസ പറഞ്ഞു, ഞാനും താങ്കളും തമ്മിലുള്ള നിശ്ചയം അത് തന്നെ. ഈ 2 അവധികളിൽ ഏത് ഞാൻ നിറവേറ്റിയാലും എന്നോട് വിരോധമുണ്ടാകരുത്. നാം പറയുന്നതിന് അള്ളാഹു സാക്ഷിയാകുന്നു. ഇതാണ് ഇതിന് ശേഷമാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മൂസ അലൈഹി ഇസ്ലാം തുവാസ് താഴ്വരയിൽ വെച്ചിട്ട് അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തി, തീ കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുടുംബത്തിനെ നിർത്തിയിട്ട് പോയി എന്ന് പറഞ്ഞില്ല. അത് ഇതിന് ശേഷം വരുന്ന സംഭവമാണ്. അതായത് അദ്ദേഹം ഈ ഒരു 10 വർഷം പൂർത്തീകരിക്കുകയും എന്നിട്ട് കുടുംബസമേതം അദ്ദേഹം അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അപ്പോഴാണ് ഈ തുവാസ് താഴ്വരയിൽ വെച്ചിട്ട് അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തിയത്. ഓക്കെ, അങ്ങനെ ഈ കഥയിൽ പറയുന്ന ആള്, അതായത് 2 മക്കളുള്ള ആള് എന്ന് പറയുന്നത് ഷുഐബ് അലൈഹി ഇസ്ലാം ആണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഷുഐബ് അലൈഹി ഇസ്ലാമിന് മദീനിലെ റസൂലായിരുന്നു ഷുഐബ് അലൈഹി ഇസ്ലാം എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പം ഈ എല്ലാ നബിമാരും ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹമായിട്ട് അവരുടെ ഒരു സമൂഹം, ആ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിക്കൊണ്ടായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയായിട്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ലോകത്തിന് മുഴുവനായിട്ട് ഒരൊറ്റ നബിയായിട്ട് മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, ആ ആളുകൾക്ക് മാത്രമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നബിയായിരുന്നു. അപ്പോൾ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളായിരുന്നു, പെൺമക്കളായിരുന്നു ഇവർ 2 പേരും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരുന്ന ലജ്ജയാണ് അവിടെ കാണിക്കുന്നത്. സ്ത്രീകള് എപ്പോഴും ലജ്ജയുള്ളവരായിരിക്കണം. അന്യ പുരുഷന്മാരുടെ അടുത്തേക്ക് നേർക്ക് നേരെ ചെന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഒരു സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീ എപ്പോഴും എന്തായിരിക്കും? ലജ്ജയുള്ളവരും അതുപോലെ തന്നെ ഒരു ഒതുക്കമുള്ളവളും ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒപ്പം തന്നെയായിരുന്നു അത് ആരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു? ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ശേഷം വന്ന നബിയാണ് ആര്? ഷുഐബ് അലൈഹി ഇസ്ലാം. ഓക്കെ, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളെയാണ് മൂസ അലൈഹി ഇസ്ലാം കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ലൂത്ത് അലൈഹി ഇസ്ലാം, ഷുഐബ് അലൈഹി ഇസ്ലാം, പിന്നെ മൂസ അലൈഹി ഇസ്ലാം. അപ്പൊ 400ഓളം കൊല്ലത്തിന്റെ വ്യത്യാസമാണ് ഈ ഒരു കാലഘട്ടത്തിനുള്ളത്. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം തമ്മിൽ 400ഓളം വർഷത്തിന്റെ വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക്, അതായത് അവരെ സഹായിച്ചു എന്ന് പറയുന്നത് സ്ത്രീകള് എല്ലാവരും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തിക്കി കൂട്ടുമ്പോ അവിടെ അതിലേക്ക് ചെല്ലാതെ ആ സ്ത്രീകള് എന്തേ ചെയ്തത്? പുറത്ത് വേറെ തന്നെ ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തിനെ കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം പിന്നെ ഈ സ്ത്രീകള് ഈ സഹായമില്ലാതെ ഒരാളും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പം അവരുടെ അടുത്ത് ചെന്നിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും എന്നിട്ട് പിന്നെ ഈ കഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വെള്ളത്തിങ്കൽ ആളുകൾ തങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2 സ്ത്രീകൾ മാത്രം അവരുടെ ആടുകളെ മുന്നോട്ട് വരാൻ അനുവദിക്കാതെ തടുത്തു നിർത്തുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അനുകമ്പ തോന്നുകയും എന്നിട്ട് വിവരം അന്വേഷിക്കുകയും അതായത് മറ്റുള്ളവർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു പോയതിനു ശേഷം മാത്രമേ ഞങ്ങള് ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ എന്ന് അവർ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
തങ്ങളുടെ വീട്ടില് ആടുകൾക്ക് ആടുകളെ കൊണ്ടുപോയി വെള്ളം കൊടുക്കാൻ പറ്റിയ വേറെ ആളില്ല, ഞങ്ങളുടെ പിതാവ് പ്രായമായ ആളാണ് എന്നുള്ളത് അറിയിച്ചപ്പോഴാണ് പിന്നെ മൂസ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തത്, ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തെ കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെ അതിന് ശേഷം അവരൊക്കെ വിവാഹം കഴിച്ചു. അവര് ആദ്യം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, പിന്നീട് മറ്റേ സഹോദരിയെ കൂടി കഴിച്ചു എന്നും പറയപ്പെടുന്നു. അള്ളാഹു അലം. അങ്ങനെ ഇവരെ വിവാഹം നടത്തി കൊടുക്കുകയും അങ്ങനെ 10 വർഷക്കാലം അവിടെ താമസിക്കുകയും പിന്നീട് കുടുംബസമേതം മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ മൂസ തന്റെ അവധി നിറവേറ്റുകയും തന്റെ കുടുംബവും കൊണ്ട് യാത്ര പോവുകയും ചെയ്തപ്പോൾ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരു തീ കണ്ടു. അദ്ദേഹം തന്റെ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ, ഞാനൊരു തീ കണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വല്ല വിവരവും അല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നേക്കാം, നിങ്ങൾക്ക് തീ കായാമല്ലോ. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്ത് നിന്ന് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു, ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവായ അള്ളാഹു. നീ നിന്റെ വടി താഴെയിടൂ. എന്നിട്ട് അതൊരു സർപ്പം എന്നോണം പിടയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പിന്നോക്കം തിരിഞ്ഞോടി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അള്ളാഹു പറഞ്ഞു, മൂസ, നീ മുന്നോട്ട് വരിക, പേടിക്കേണ്ട, തീർച്ചയായും നീ സുരക്ഷിതരുടെ കൂട്ടത്തിലാകുന്നു. നീ നിന്റെ കൈ നിന്റെ കുപ്പായമാരിലേക്ക് പ്രവേശിപ്പിക്കുക, യാതൊരു കെടുതിയും കൂടാതെ വെളുത്തതായി അത് പുറത്തു വരുന്നതാണ്. ഭയത്തിൽ നിന്ന് മോചനത്തിനായി നിന്റെ പാർശ്വഭാഗം നിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യുക. അങ്ങനെ അത് രണ്ടും ഫിറഔന്റെയും അവന്റെ പ്രമുഖന്മാരുടെയും അടുത്ത് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള 2 തെളിവുകളാകുന്നു. തീർച്ചയായും അവർ ധിക്കാരികളായ ഒരു ജനതയാകുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവെ, അവരുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ കൊന്നുപോയിട്ടുണ്ട്, അതിനാൽ അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ വ്യക്തമായി സംസാരിക്കാൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം എന്റെ സത്യത സ്ഥാപിക്കുന്ന ഒരു സഹായിയായിക്കൊണ്ട് അവനെ നീ നിയോഗിക്കണമേ. അവർ എന്നെ നിഷേധിച്ച് കളയുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഹാറൂൺ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം ഹാറൂൺ അലൈഹി ഇസ്ലാമിനെ നബിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം മൂസ അലൈഹി ഇസ്ലാമിന് സംസാരിക്കാന് വിക്കുണ്ടായിരുന്ന നബിയായിരുന്നു മൂസ അലൈഹി ഇസ്ലാം എന്നാണ്. ഓക്കെ, അപ്പം പിന്നെ അതായത് ഫിറഔൻ തന്നെ പലപ്പോഴും കളിയാക്കുമായിരുന്നു. നിനക്ക് സംസാരിക്കാൻ കഴിവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. ഓക്കെ, അപ്പം അത് മാത്രമല്ല, മൂസ അലൈഹി ഇസ്ലാമിന് എന്താണ് ഒരു ആളെ കൊന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടി കാരണം പേടിയോട് കൂടിയിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം പിന്നെ ഫിറഔന്റെ അടുത്തേക്ക് പോകുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിടത്തോളം തന്നെ മൂസ അലൈഹി ഇസ്ലാം എന്താണ്, ഭയങ്കര ധൈര്യശാലിയായിട്ടുള്ള നബിയായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഫിറഔന്റെ മുന്നിലേക്ക് ചെല്ലാന് അദ്ദേഹം ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹു പറഞ്ഞു, നിന്റെ സഹോദരൻ മുഖേന നിന്റെ കൈക്ക് നാം ബലം നൽകുകയും നിങ്ങൾക്ക് ഇരുവർക്കും നാം ഒരു ആധികാരിക ശക്തി നൽകുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവർ നമ്മുടെ അടുത്ത് എത്തുകയില്ല. ട്രംപ് പറയുന്ന ഇറാന്റെ പ്രസിഡന്റിനെ കൊന്നു, ഫാമിലിനെ കൊന്നു. അള്ളാഹു പറഞ്ഞു, നിന്റെ സഹോദരൻ മുഖേന നിന്റെ കൈക്ക് നാം ബലം നൽകുകയും നിങ്ങൾക്ക് ഇരുവർക്കും നാം ഒരു ആധികാരിക ശക്തി നൽകുകയും ചെയ്യുന്നതാണ്. അതിനാൽ അവർ നിങ്ങളുടെ അടുത്ത് എത്തുകയില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിമിത്തം നിങ്ങളും നിങ്ങളെ പിന്തുടരുന്നവരും തന്നെയായിരിക്കും വിജയികൾ എന്ന് അവർക്ക് ധൈര്യം കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് മൂസ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യാജനിർമ്മിതമായ ഒരു ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ പൂർവ്വ പിതാക്കളിൽ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നാം കേട്ടിട്ടുമില്ല. മൂസ പറഞ്ഞു, തന്റെ പക്കൽ നിന്ന് സന്മാർഗം കൊണ്ട് വന്നിട്ടുള്ളവൻ ആരെന്നും ഈ ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമായിരിക്കുമെന്നും എന്റെ രക്ഷിതാവിന് നല്ല പോലെ അറിയാം. അക്രമികൾ വിജയം പ്രാപിക്കുകയില്ല തീർച്ച. ഫിർഔൻ പറഞ്ഞു, പ്രമുഖന്മാരെ, ഞാനല്ലാതെ യാതൊരു ദൈവവും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹാമാനെ, എനിക്ക് വേണ്ടി കളിമണ്ണ് കൊണ്ട് ഇഷ്ടിക ചുട്ടെടുക്കുക, എന്നിട്ട് എനിക്ക് നീ ഒരു ഉന്നത സൗധം ഉണ്ടാക്കി തരിക. മൂസയുടെ ദൈവത്തിങ്കിലേക്ക് എനിക്കൊന്നും എത്തി നോക്കാമല്ലോ. തീർച്ചയായും അവൻ വ്യാജം പറയുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവനും അവന്റെ സൈന്യങ്ങളും ഭൂമിയിൽ അന്യായമായി അഹങ്കരിക്കുകയും നമ്മുടെ അടുക്കിലേക്ക് അവർ മടക്കപ്പെടുകയില്ലെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു. അതിനാൽ അവനെയും അവന്റെ സൈന്യങ്ങളെയും നാം പിടികൂടി കടലിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ആക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. അപ്പം ഈജിപ്തിന്റെ ഘടന അറിയാലോ. അതിൽ അവരുണ്ടാക്കുന്ന പിന്നെ സൗധങ്ങളും ഇതൊക്കെ ഇന്നും ലോകത്തിന് അത്ഭുതമായി കൊണ്ടുള്ള ഒരു സ്ഥലമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അവിടെ അവർ കെട്ടിയുണ്ടാക്കിയ സൗധങ്ങളും അവർ കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളും പിന്നെ
പീഠങ്ങളും ഇതൊക്കെ നമ്മൾ ഇന്ന് ലോകത്തിന് അത്ഭുതമായിക്കൊണ്ട് എങ്ങനെ അത്രയും വലിയ പിന്നെ സൗധങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ഇന്നും അത്ഭുതമായിട്ട് ലോകത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് മൂസ അലൈഹി ഇസ്ലാം ഇത് ചെന്ന് പറയുമ്പം പിന്നെ ഫിറഔൻ ഹാമാനോട് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി തരാൻ പറയുകയും എന്നിട്ട് അതിന് മുകളിൽ നിന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്നെ അള്ളാഹുവിനെ കാണണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം അഹങ്കാരം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം അവര് കെട്ടിയുണ്ടാക്കിയ സൗധങ്ങളും ഇതൊക്കെ കണ്ടിട്ട് തന്നെ അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു എന്നുള്ളതാണ്. അത്രയും ഭംഗിയിലും അത്രയും വലിപ്പത്തിലായിരുന്നു അവരെല്ലതും ഉണ്ടാക്കിയിരുന്നത്. അവര് തന്നെയാണ് റബ്ബ് എന്നുള്ള രീതിയിലായിരുന്നു അവർ വിചാരിച്ചു വെച്ചിരുന്നത്. അവരുടെ ഉള്ളിലും അതായിരുന്നു, അവരാണ് റബ്ബ് എന്നുള്ളത്. അതായത് നമുക്ക് ഇങ്ങനെ നമ്മളെല്ലാത്തിനും വിജയിച്ച് 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 വരുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു അഹങ്കാരത്തിന്റെ രൂപമാണത്. അതായത് പിന്നീട് നമ്മൾ തന്നെയാണോ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് സംഭവിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ്, നമുക്ക് എപ്പോഴും ഉയർച്ച താഴ്ചകളാണ് എപ്പോഴും അനുഗ്രഹമായിട്ടുള്ളത്. കാരണം എപ്പോഴും ഉയർച്ച മാത്രമാവുമ്പം നമ്മുടെ ഉള്ളിൽ ആ അഹങ്കാരം കയറുകയും പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു മടങ്ങാനുള്ള സ്ഥലം ഇല്ലാതാവുകയും ചെയ്യും. എപ്പോഴും നമുക്ക് എന്താണ് നന്മ എന്താണ്, ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു പ്രയാസത്തിന്റെ കൂടെ ഒരു അനുഗ്രഹമാണ് എപ്പോഴും സത്യവിശ്വാസിക്ക് നല്ലത്. പ്രയാസവും അനുഗ്രഹവും ഒരുമിച്ച് ഇടകലർന്ന് വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും എന്താവുന്നത്, വിനയത്തോടു കൂടി ജീവിക്കുന്നത്. അല്ലാതെ ഒരു അനുഗ്രഹങ്ങൾ മാത്രം കിട്ടുന്ന ഒരു മനുഷ്യന് അഹങ്കാരിയായിട്ടായിരിക്കും അവന് പിന്നീട് മാറിപ്പോവുക. അവർക്ക് പിന്നീട് ഇട കൊടുക്കപ്പെടുകയില്ല എന്നാണ്. അവർക്ക് പിന്നീട് അള്ളാഹുവിൽ നിന്ന് ഇട കൊടുക്കപ്പെടുകയുമില്ല. അവനെ പിന്നെ ഒരു പിടുത്തം പിടികൂടലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സത്യവിശ്വാസികൾക്കുള്ള ഒരു അനുഗ്രഹം കൂടിയാണ് എന്ത്, പ്രയാസങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിൽ അവന് അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് എപ്പോഴും നന്ദിയുള്ളവനായിക്കൊള്ളട്ടെ. കാരണം സഹാബികളൊക്കെ പ്രയാസങ്ങൾ ഇല്ലാതാവുമ്പോ, എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ജീവിതം ഉണ്ടാവുമ്പോ അവര് ആകാശത്തേക്ക് നോക്കിയിട്ട് ഭയപ്പെടുമായിരുന്നു. അള്ളാഹു എന്നെ വിട്ട് കളഞ്ഞതാണോ എന്ന് ആലോചിച്ചിട്ട് അവര് ഭയപ്പെട്ട് കരയുമായിരുന്നു എന്ന്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ട് കളയുമ്പോഴാണ് നമുക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു ലൈഫ് നമ്മള് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അഹങ്കാരത്തോട് കൂടിയിട്ടായിരിക്കും. അവന്റെ ഉള്ളിന്റെ ഉള്ളില് അവന് നോക്കിക്കാണാം ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പുച്ഛമായിരിക്കും അവനുണ്ടാവുക. അവരൊന്നും ചെയ്യുന്നത് ശരിയില്ല, ഞാൻ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ്, ഞാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവനക്ക് തോന്നും. ഒക്കെ സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണെന്ന് അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമായിക്കൊണ്ടൊരു ജീവിതമായിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഹയറായിട്ടുള്ളത് നമുക്ക് രണ്ടും ഇടകലർന്നു കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോഴേ നമ്മൾ ഇടക്കിടക്ക് അള്ളാഹുവിനെ വീണ്ടും ഓർക്കുകയും അള്ളാഹുലേക്ക് മടങ്ങി ചെല്ലുകയും പാപമോചനം തേടുകയൊക്കെ ചെയ്യുള്ളൂ. പ്രയാസങ്ങളും വരുമ്പോഴല്ലേ നമ്മൾ പാപമോചനം തേടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാപമോചനത്തിന്റെ ആ സമയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആ പ്രയാസമാണ്. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മള് ഒരു പ്രയാസത്തിന് മുമ്പ്, ഒരു പ്രയാസം വരുമ്പോൾ നമ്മളോട് പറയാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങള് എല്ലാവരും അള്ളാഹുലേക്കുള്ളവരാണ് എന്ന് പറയുകയും എന്നിട്ട് ആ പ്രയാസത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് തരാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ജിർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ എന്ന് പറയാൻ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിറഔന്റെ ഈ ഒരു അധപതനമാണ് നമ്മളെപ്പോഴും ആ ഒരു അനുഗ്രഹങ്ങൾ മാത്രം ഉള്ള ആളുകൾ ഭയപ്പെടേണ്ട അവസ്ഥ ഇതാണ്. ഫിറഔന് സംഭവിച്ച പോലത്തെ അഹങ്കാരമായിരിക്കും അവന്റെ ഉള്ളില് കയറി വരിക. അതിന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതിനാൽ അതാണ് ഇന്ന് നമ്മൾ കാണുന്ന, ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ ഫിത്തനകൾക്കും കാരണം അതാണ്. ചില രാജ്യങ്ങൾ മാത്രമായിക്കൊണ്ട് ആ അഹങ്കാരത്തിലേക്ക് അവർ കയറി കഴിഞ്ഞു. ഇനി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം പിടിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് പിന്നീട് ആ തിന്മയിൽ നിന്ന് മാറിക്കിട്ടാന് യാതൊരു വഴിയുമില്ല. കാരണം അവര് അഹങ്കാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുകയാണ്. ആ അഹങ്കാരത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഇനി അഹങ്കാരത്തെ ശമിപ്പിക്കാൻ കഴിയുള്ളൂ. അത് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് അഭയം തേടുകയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. ഈ ഫിറഔന്റെ സമൂഹം എന്ന് പറയുന്നത്, ഇസ്രായേലി സമൂഹം എന്ന് പറയുന്നത് എത്രയോ കാലഘട്ടങ്ങൾ ഈ ഒരു അടിമത്തത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നും അവരുടെ ഭയം, ഉള്ളിന്റെ ഉള്ളിലുള്ള ഭയം, മറ്റുള്ളവരെ അവരെ അടിമകളാക്കും എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ് അവർ ഇന്ന് ലോകത്ത് കാട്ടിക്കൂട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയമാണ്. അവർക്ക് 1000 കൊല്ലം കിട്ടിയാലും അവര് വീണ്ടും
അവർക്ക് ജീവിക്കാനായിരിക്കും ആഗ്രഹം. അത്രയും അവര് ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലാണ് അവര് എല്ലാ പിന്നെ ആഭിജാത്യങ്ങളും ചെയ്യുന്നതും ഒക്കെ. അവരാണ് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ആഭിജാത്യങ്ങളും പിന്നെ എന്താണ് തിന്മകളുമായിട്ട് കൂട്ടുകൂടുന്നത് അവർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ തിന്മയെ ശമിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു പിന്നെ സമൂഹം തന്നെയാണ് പിന്നെ നമ്മൾ കണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പിന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെയും ആ സമൂഹത്തിനൊക്കെ അവിടെ ആ സമയം മുതൽ തന്നെ അവരിങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിന്റെ ശേഷം വന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കാണുന്ന, ലോകത്ത് കാണുന്ന ഇന്നുള്ള പ്രയാസങ്ങളും ഇതൊക്കെ. അപ്പം ഇത് നടന്നുകൊണ്ടേയിരിക്കും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവര് നാളെ നരകത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അവര് നരകത്തിൽ വീഴുന്ന ആളുകളെ ഒരു കാര്യമുണ്ട്. അവർക്കറിയാം നരകത്തിൽ വീണത് ഞാൻ തിന്മ ചെയ്തത് കൊണ്ടാണെന്ന് ഉറപ്പുള്ളവർ മാത്രമേ നരകത്തിൽ വീണു പോകുള്ളൂ എന്ന്. ഞാൻ നരകത്തിലാണ് ഒരു സാധാരണ ഒരു വിശ്വാസി അല്ലെങ്കിൽ അവിശ്വാസിയോ അല്ല നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പതിക്കുന്നത്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പതിക്കുന്നത് ഏറ്റവും നന്നായിട്ട് അവനക്ക് അറിയാൻ കഴിയുന്നതാണ്. ഞാൻ തിന്മ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ നരകത്തിന്റെ അവകാശിയായതെന്ന് അറിയാതെ ഒരാൾ നരകത്തിലേക്ക് വീഴൂലെന്നാണ്. ഞാൻ ഇതിന് അവകാശിയാണെന്ന് അവന്റെ ഉള്ളിൽ തൃപ്തിപ്പെട്ടുകൊണ്ടല്ലാതെ നരകം അവന് ചോദിച്ചു വാങ്ങിക്കില്ലാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ഈ തിന്മകളും ഇതൊക്കെ അവര് ചോദിച്ചു വാങ്ങിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. എനിക്ക് നരകം തരൂ, നരകം തരൂ എന്ന് ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് നമ്മൾ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായിട്ട് ലോകത്ത് നടപ്പിലാക്കിയ തർബിയത്തിന്റെ ഭാഗം തന്നെയാണ്. തർബിയത്ത് എന്ന് പറഞ്ഞാല് ഒരു അറിവ് കൊടുക്കുകയാണ്. സത്യവിശ്വാസിക്കും ഒരു അറിവ് കൊടുക്കുകയാണ്, വിശ്വാസി അല്ലാത്തവൻക്കും അറിവ് കൊടുക്കുകയാണ്. അവൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് തന്നെ ദുനിയാവുന്ന അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കുന്നത്. അതിനാൽ അവനെയും അവന്റെ സൈന്യങ്ങളെയും നാം പിടികൂടി കടലിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ ആ ആക്രമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ. അവരെ നാം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരായി, അതായത് ഫിറൗന്റെ കൂട്ടരായിരിക്കും പിന്നെ നരകത്തിലെ നേതാക്കന്മാര് എന്നാണ്. നരകത്തിലും ഉണ്ടാവും രാജാക്കന്മാര്. അതിൽപ്പെട്ട രാജാവാണ് ആര്? ഫിറഔൻ എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കൊരു സഹായവും നൽകപ്പെടുന്നതല്ല. ഈ ഐഹിക ജീവിതത്തിൽ അവരുടെ പിന്നാലെ നാം ശാപം അയക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഈ വാക്കുകളൊക്കെ ഇന്ന് അത് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും വെറുക്കുന്ന ഒരു സമൂഹം അല്ലെ. ലോകത്ത് മുഴുവനും ഏറ്റവും കൂടുതൽ ശപിച്ച ഒരു സമൂഹം ഇന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരാണ്. അപ്പൊ അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെറുപ്പ് അവരെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു, നാവ് കൊണ്ട് പറയിപ്പിച്ചു, ഹൃദയം കൊണ്ട് പറയിപ്പിച്ചു. ഇനി അവർക്ക് ഇതിലും വലിയൊരു ശാപം ഇനി കിട്ടാനില്ല ലോകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിട്ടിട്ടുണ്ട്? ശാപം ഇട്ടിട്ടുണ്ട്. നാളെ എന്താണ്? അവര് വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർവ്വതലമുറകളെ നാം നശിപ്പിച്ചതിന് ശേഷം ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളും മാർഗദർശനവും കാരുണ്യവുമായി കൊണ്ട് മൂസക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. അവർ ചിന്തിച്ച് ഗ്രഹിച്ചേക്കാമല്ലോ. അതായത് ഫിറൗനെ നശിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന് എന്ത് നൽകി? പിന്നെ വേദഗ്രന്ഥം നൽകി എന്നുള്ളതാണ്. അതാണ് മൂസ അലൈഹി ഇസ്ലാം അവിടെ നിന്ന് അവരെയും കൊണ്ട് പോകുന്നതിന് ശേഷം അവരെ ഒരു സ്ഥലത്ത് നിർത്തുകയും മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്ത സന്ദർഭമാണ്. 40 ദിവസം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോയിന്ന്. നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഈ ഒരു പിന്നെ റമളാനിലെ ഈ 30 ദിവസത്തെ നോമ്പും ഒക്കെ അതിനോട് കണക്റ്റഡ് ആണ്. അവർ ചെയ്ത് എല്ലാതും കഴിഞ്ഞ തലമുറകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നൽകിയിട്ടുണ്ട്. ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകാതല്ല ലോകത്ത് നിന്ന് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. അവർക്ക് ഒരുപാട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് പിന്നെ ഓർക്കാനും ഒക്കെ സാഹചര്യങ്ങളും സമയങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലഭിച്ചവര് അത് ശരിക്കും വിനിയോഗിച്ചവര് അവര് ഭാഗ്യവാന്മാര്, അത് ഉപയോഗിക്കാതെ പോയവര് നഷ്ടക്കാരിൽപ്പെട്ടവര്. അത്രയേ ഉള്ളൂ. അപ്പം ഒരാള് പിന്നെ നോമ്പ് തോറ്റിട്ടില്ല, ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടം ആർക്ക് മാത്രമാണ്? അത് അവരവർക്ക് മാത്രമാണ്. അവരവര് ചെയ്യാതെ പോയാല് അവരവർക്ക് നഷ്ടപ്പെട്ടു. ഒരു റമദാൻ മാസം കിട്ടിയ ഒരു സാധാരണ മനുഷ്യനും പിന്നെ യുദ്ധത്തിന് പോയ സഹാബികളും
തമ്മിൽ വെച്ച് നോക്കുമ്പോൾ യുദ്ധത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട ഒരു പിന്നെ ഷഹീദും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരു നോമ്പ് ലഭിച്ച ഒരു സാധാരണക്കാരനാണ് സ്വർഗത്തില് അവരെക്കാളും ഷഹീദായ ഒരാളെക്കാളും വേഗത്തില് സ്വർഗത്തിൽ കയറുന്നത്. അപ്പൊ അത്രയും പോരുഷമുണ്ട് എന്തിന്, നോമ്പിന് എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഇബാദത്തിലായിക്കൊണ്ട് രാവും പകലും ജീവിക്കുകയാണ് അല്ലെ. പകലുകൾ എന്താണ് നോമ്പിലായിക്കൊണ്ട്, രാവുകൾ എന്താണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നമസ്കാരത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത്രയും പരിപൂർണമായിട്ടും 24 മണിക്കൂർ ലഭിക്കുന്ന ഒരു മാസം നമുക്ക് വേറെ ഇല്ല. എന്നിട്ടും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നവൻ എന്താണ്, അവനത് നഷ്ടക്കാരിൽപ്പെട്ടവനാണെന്നുള്ളത് അവന്റെ നെറ്റിയിൽ തന്നെ എഴുതി വെച്ചുകൊണ്ട് അവനെ ഭൂമിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ മൂസക്ക് നാം കൽപ്പന ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് ആ പടിഞ്ഞാറേ മലയുടെ പാർശ്വത്തിൽ തീ ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ല. അസ്തഗ്ഫിറുല്ലാ. നബിയെ മൂസക്ക് നാം കൽപ്പന ഏൽപ്പിച്ചു കൊടുത്ത സമയത്ത് ആ പടിഞ്ഞാറേ മലയുടെ പാർശ്വത്തിൽ നീ ഉണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിലും നീ ഉണ്ടായിരുന്നില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, മലയുടെ ഒരു സ്ഥലത്തും നീ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിനക്ക് അവിടെ സംഭവിച്ച കഥകൾ മുഴുവനും ശരിക്കും നിനക്ക് പറഞ്ഞു തരികയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അവിടെയുള്ള പിന്നെ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഓരോരുത്തരും വന്നിട്ട് ഓരോ രാജ്യങ്ങളിൽ നിന്ന്, ഓരോ നാടുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓരോ നാട്ടിൽ നിന്നും ആളുകൾ പലായനം ചെയ്തു വരും. എന്നിട്ട് പിന്നെ ഓരോ നാട്ടിലെ കഥകളും ഇതൊക്കെ വന്ന് ചോദിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചുറ്റുഭാഗത്തുള്ള നാടുകളുടെ എല്ലാ നാടുകളുടെയും കഥകൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ കഥകൾ ഉള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാള് എന്തെങ്കിലും ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പൊ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കഥകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളുടെ ഭാഗത്ത് വരുമ്പോഴാണ് അതെനിക്കറിയില്ല, അള്ളാഹു ആലം എന്ന് പറയുന്ന കാര്യം വരുന്നത്. അല്ലാത്തതൊക്കെ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒക്കത്തിന് ഉത്തരം പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നാം പിന്നീട് പല തലമുറകളെയും വളർത്തിയെടുത്തു. അങ്ങനെ അവരുടെ യുഗങ്ങൾ ദീർഘിച്ചു. മദിയൻകാർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് നീ അവർക്കിടയിൽ താമസിച്ചിരുന്നില്ല, പക്ഷെ നാം ദൂതന്മാരെ നിയോഗിക്കുന്നവരായിരിക്കുന്നു. ഈ കഥകളൊക്കെ എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ കാലഘട്ടം എത്തുന്നത്. നാം മൂസയെ വിളിച്ച സമയത്ത് ആ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ നീ ഉണ്ടായിരുന്നില്ല, പക്ഷെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യത്താൽ ഇതെല്ലാം നിനക്ക് അറിയിച്ചു തരികയാകുന്നു. നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്തൊരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി എത്ര ഇത് അവർ ആലോചിച്ച് മനസ്സിലാക്കിയേക്കാം. അതായത് പിന്നെ മക്കയിലുള്ള സമൂഹം എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ശേഷം പിന്നീട് ഇസ്മായിൽ അലൈഹി ഇസ്ലാം വന്നു. ആ രണ്ടും ഒരേ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ കാലഘട്ടം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ഒരു നബി പോലും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ ഒരു നബി പോലും ഉണ്ടായിട്ടില്ല. അതായത് കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ 400 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കാലഘട്ടങ്ങൾ കഴിഞ്ഞ് എത്രയോ കാലഘട്ടങ്ങൾ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതും കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ 2000-3000 കൊല്ലത്തെ വർഷക്കാലത്തെ ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നീ അതൊന്നും കണ്ടിട്ടില്ല, നീ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ നിനക്ക് ഞാൻ ഇതെല്ലാം വിവരിച്ചു തരികയാണെന്ന്. തങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല വിപത്തും നേരിടുകയും അപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളുടെ അടുത്തേക്ക് നിനക്ക് ഒരു ദൂതനെ അയച്ചുകൂടായിരുന്നു എങ്കിൽ ഞങ്ങൾ നിന്റെ തെളിവുകൾ പിന്തുടരുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തേനെന്ന് അവർ പറയുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നാം നിന്നെ ദൂതനായി അയക്കുമായിരുന്നില്ല. അതായത് ഒരു ജനതയും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പരാതി പറയാൻ പാടില്ല എന്നാണ്. ഞങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൂതന്മാർ വരാത്തത് കൊണ്ടാണ് ഞങ്ങള് അള്ളാഹുവെ നിന്നെ കുറിച്ച് അറിയാതെ പോയത് എന്ന് ഒരു കൂട്ടർക്കും പറയാനുള്ള അവസരം നാളെ പരലോകത്ത് ലഭിക്കൂല എന്നാണ്. കാരണം എല്ലാ സമൂഹത്തിൽക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്.
അപ്പം അവര് ആ അറിവ് കിട്ടിയതിന് ശേഷവും അവർ വഴിപിഴച്ചു പോയി എന്നത് കൊണ്ട് മാത്രമാണ് നാളെ പരലോകത്ത് അവര് ശിക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല എന്നുള്ളത് അവിടെ പരലോകത്ത് വെച്ചിട്ട് പറയും എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം മുഹമ്മദ് നബി മുഖേന അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറയുകയാണ് മൂസക്ക് നൽകപ്പെട്ടതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഇവന് നൽകപ്പെടാത്തത് എന്താണ് എന്ന്. എന്നാൽ മുമ്പ് മൂസക്ക് നൽകപ്പെട്ടതിൽ അവർ അവിശ്വസിച്ചിരിക്കുകയല്ലേ. അവർ പറഞ്ഞു, പരസ്പരം പിന്തുണ നൽകിയ രണ്ട് ജാലവിദ്യകളാണിവ, ഞങ്ങൾ ഇതൊക്കെ അവിശ്വസിക്കുന്നവരാണ് എന്നും അവർ പറയുന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ മൂസ അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഞാൻ നബിയാണെന്ന് പറയുമ്പം എന്താണ്, നബിമാർക്ക് വരുന്ന മൂജിസത്തുകൾ ഉണ്ടാവുമല്ലോ, കൈകൾക്ക് വെളിച്ചം ഉണ്ടാവും, അതുപോലെ പിന്നെ പല അത്ഭുതങ്ങൾ അവർ കാണിക്കും. അതൊന്നും നീ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികള് കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിന് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അസുഖങ്ങൾ ബാധിച്ചവരെ അസുഖങ്ങൾ ഭേദപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മൂജിസത്തുകളാണ്. ഇതൊന്നും ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതെ ഒരു സാധാരണ മനുഷ്യനായിക്കൊണ്ട് ജീവിക്കുമ്പം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു മലക്കിനെ ഇറക്കിയാൽ പോരായിരുന്നു, എന്തിനാ മനുഷ്യനെ ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ് ചെയ്യുന്നത്. നബിയെ പറയുക, എന്നാൽ അവർ രണ്ടിനേക്കാളും നേർവഴി കാണിക്കുന്നതായ ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരൂ, ഞാനിത് പിൻപറ്റിക്കൊള്ളാം നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. എനിക്ക് വന്നിട്ടുള്ള മുഅ്ജിസത്ത് എന്താണ്? ഈ പരിശുദ്ധ ഗ്രന്ഥമാണ്. അതായത് ഖുർആനാണ്. അള്ളാഹുവിൽ നിന്ന് ഖുർആനാണ് പൂർണ്ണമായിട്ടും ഖുർആനായിട്ട് ഇറങ്ങിയത്. ബാക്കിയുള്ളതൊക്കെ ഏടുകളായിരുന്നു. അങ്ങനെ ഏടുകൾ മാത്രം ഇറങ്ങിയ ഇതായിരുന്നു ബാക്കിയുള്ള നബിമാർക്കൊക്കെ കിട്ടിയത്. പക്ഷെ നമുക്ക് മാത്രമാണ് ഇത്രക്കധികം വിവരണങ്ങളുള്ള ഒരു ഗ്രന്ഥമായിക്കൊണ്ട്, അതായത് നമുക്കൊരു ഗ്രന്ഥമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ അത്രയും വലിയ 604 പേജുകളുള്ള ഇത്രയും വലിയൊരു ഖുർആനിക വചനങ്ങള്, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ ഇറങ്ങിയത് വേറെ നബിക്ക് ഇറക്കിയിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഇനി നിനക്ക് അവർ ഉത്തരം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ തന്നിഷ്ടങ്ങൾ മാത്രമാണ് അവർ പിന്തുടരുന്നത് എന്ന് നീ അറിഞ്ഞേക്കുക. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടങ്ങളെ പിന്തുടരുന്നവരെക്കാൾ വഴിപിഴച്ചവർ ആരുണ്ട്? അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല തീർച്ച. അവർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനായി വചനം അവർക്ക് നാം നിരന്തരമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നാം ആർക്ക് വേദഗ്രന്ഥം നൽകിയോ അവർ ഇതിൽ വിശ്വസിക്കുന്നു. ഇത് അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു, തീർച്ചയായും ഇത് ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാകുന്നു. ഇതിനു മുമ്പ് തന്നെ തീർച്ചയായും ഞങ്ങൾ കീഴ്പ്പെടുന്നവരായിരുന്നു. അത്തരക്കാർക്ക് അവർ ക്ഷമിച്ചതിന്റെ ഫലമായി അവരുടെ പ്രതിഫലം 2 മടങ്ങായി നൽകപ്പെടുന്നതാണ്. അവർ നന്മ കൊണ്ട് തിന്മയെ തടുക്കുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യും. വ്യർത്ഥമായ വാക്കുകൾ അവർ കേട്ടാൽ അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയുകയും പ്രകാരം പറയുകയും ചെയ്യും, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും. നിങ്ങൾക്ക് സലാം, മൂഢന്മാരെ, ഞങ്ങൾക്ക് ആവശ്യമില്ല. തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് നേർവഴിയിലാക്കാനാവില്ല, പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെ പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. നിന്നോടൊപ്പം ഞങ്ങൾ സന്മാർഗം പിന്തുടരുന്ന പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തെറിയപ്പെടുമെന്ന് അവർ പറഞ്ഞു. നിർഭയരായ ഒരു പവിത്ര സങ്കേതം നാം അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ലേ? എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ അവിടേക്ക് ശേഖരിച്ചു കൊണ്ടുവരപ്പെടുന്നു. നമ്മുടെ പക്കൽ നിന്നുള്ള ഉപജീവനവും അത്രേ അത്. പക്ഷെ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നത്. മക്ക എന്ന് പറയുന്ന നാട് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി വെച്ചതാണ്. അവിടെ യുദ്ധം നടക്കാൻ പാടില്ല എന്നുള്ളത് കാലഘട്ടങ്ങളായിട്ടുള്ള നിയമമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ തന്നെ ഇന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ എന്തായിരുന്നു, ആ മക്കയും കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗങ്ങളും യുദ്ധം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ രാജാവ് വരികയും ആനപ്പടയുമായിട്ട് രാജാവ് വരികയും അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അവരെ നശിപ്പിക്കുകയും ചെയ്തത് ആ നാടുകളിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നാട്ടിലേക്ക് ഒരു ശത്രു കയറി വരൂല എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങള് അതായത് അവര് പറയാണ്, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആളുകൾ പുറത്താക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ല, നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകേണ്ടി വരില്ല. കാരണം ഇത് സംരക്ഷിക്കപ്പെട്ട സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അവിടെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകിയിട്ടില്ലേ? എല്ലാ നാടുകളിൽ നിന്നുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് അവിടെ എത്തി വരുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാ ഉപജീവനമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഓക്കെ, സ്വന്തം ജീവിത സുഖത്തിൽ മതിമറന്ന് അഹങ്കരിച്ച എത്ര രാജ്യങ്ങൾ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വാസസ്ഥലങ്ങൾ അതാ അവർക്ക് ശേഷം അപൂർവമായിട്ടല്ലാതെ അവിടെ ജനവാസം ഉണ്ടായിട്ടില്ല. നാം തന്നെയാണ് അവയുടെ അവകാശി.
അതിന്റെ ചുറ്റുഭാഗമുള്ള സമൂഹങ്ങളില് ഈ ഷാമും അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുള്ള എല്ലാ സ്ഥലങ്ങളും ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ നാടും ഒക്കെ എന്തിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ കിടക്കുന്നത്? മക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ. അതിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള നാടുകളാ, ചെറു ചെറു നാടുകളാണ്. അപ്പൊ ആ നാടുകളിൽ സംഭവിച്ച ശിക്ഷയും ഒക്കെ ഇവര് ഷാമിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ, അതായത് ഖുറൈശി സമൂഹം എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നു, കച്ചവടക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എല്ലാ മാസത്തിലും അവർ കച്ചവടത്തിന് പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് മരണപ്പെടുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. അവരൊക്കെ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് അവര് മരണപ്പെടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പൊ മരണപ്പെടുക മീൻസ് അവര് ആ യാത്രയിൽ അവർക്ക് സുഖമില്ലാതാവുകയും അങ്ങനെ അവരെ മരണപ്പെടുക, അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അവർക്ക് എല്ലാ മാസവും അവർക്ക് യാത്രാ സംഘങ്ങൾ പുറത്തു പോകാറുണ്ട്. അവര് യാത്രാ സാധനങ്ങളും കൊണ്ടിട്ട് തിരിച്ചു വരാറുണ്ട്. അപ്പൊ അവർ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ ചുറ്റുപാടുള്ള നാടുകളിൽ സംഭവിച്ചതും അവിടെ ആ നാട് നശിപ്പിക്കപ്പെട്ടതും ഒക്കെ അള്ളാഹുൽ നിന്നുള്ള ദൃഷ്ടാന്തമായി കൊണ്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മളെ ഈ കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് ശേഷം പോലും അങ്ങനെയുള്ള നാടുകൾ നമുക്ക് ഇന്നും കാണാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലഘട്ടത്തിൽ ആ നാടുകളൊക്കെ എന്തായിരിക്കും? ആ നശിപ്പിക്കപ്പെട്ട നാടുകളൊക്കെ എന്തായിരിക്കും? അതുപോലെ ഇതിനേക്കാളും ഇതില് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവർ കണ്ടിട്ടും ഇവരെന്ത് ചെയ്യും? ഇവരൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. എത്ര രാജ്യങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവരുടെ വാസസ്ഥലങ്ങൾ അതാ അവർക്ക് ശേഷം അപൂർവമായിട്ടല്ലാതെ അവിടെ ജനവാസം ഉണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വാസസ്ഥലം ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവാറില്ല അവിടെ. പക്ഷെ അവിടെ ആളുകൾക്ക് കാണാനും പോയി കാണാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടൊക്കെ നമ്മൾ കാണും എന്നുള്ളതല്ലാതെ അവിടെ ഒരു ജനവാസ കേന്ദ്രമായിട്ട് പിന്നീട്, അതായത് നോർമലായിട്ട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് അത് ഉണ്ടാവാറില്ല എന്നാണ്. നാം തന്നെയായി അത് എവിടെ അവകാശി, അതിന്റെ ഒക്കെ അവകാശി ആരായി മാറി? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമായി. അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ നാടുകളിലൊക്കെ അത് അനാഥമായി കിടക്കുന്ന നാടുകളാണ്. ആരും അവിടെ താമസിക്കുന്നില്ല. അവിടെ അവിടെ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അവിടെ ആ രാജ്യത്തെ രാജാക്കന്മാര് പോലും, അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും ആ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പിന്നെ കഴിയാറില്ല. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അങ്ങനെ വിട്ടുകൊടുക്കും എന്നുള്ളതല്ലാതെ അവിടെ ഒരു ജനവാസ കേന്ദ്രം ഉണ്ടാക്കാൻ പിന്നീട് ആ നാട്ടിലെ രാജാക്കന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തന്നെയാണ് അവയുടെ അവകാശി. അവന്റെ അനന്തരാവകാശി അള്ളാഹു സ്വയം ഏറ്റെടുത്തു എന്നാണ്, ആ നാടിനെ നശിപ്പിച്ചുകൊണ്ട്. ഓക്കെ. രാജ്യങ്ങളുടെ കേന്ദ്രത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്ന ഒരു ദൂതനെ അയക്കുന്നത് വരേക്കും നിന്റെ രക്ഷിതാവ് ആ രാജ്യങ്ങളെ നശിപ്പിക്കുന്നവനല്ല. രാജ്യക്കാർ അക്രമികളായിരുന്നപ്പോഴല്ലാതെ നാം രാജ്യങ്ങളെ നശിപ്പിക്കുന്നതുമല്ല. രണ്ട് തരത്തിലാണ്. ഒന്നാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒന്നുകിൽ അവിടെ ഒരു അള്ളാഹുവിന്റെ ഒരു ദൂതനെ അവിടെ അയക്കും. എന്നിട്ട് ജനങ്ങൾക്ക് അവിടെ അറിവ് കൊടുത്തിട്ടും അവർ നന്നായിട്ടില്ലെങ്കിൽ അവരെ നശിപ്പിച്ചു കളയും. അല്ലെങ്കിൽ അവർ അക്രമത്തിൽ മുഴുകി കിടക്കുന്നവരായിരിക്കും. അവർക്ക് പിന്നീട് ഒരു വിട്ടുവീഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂല. അവരെ കീഴ്മേൽ മറിച്ച് കളയും എന്നുള്ളതാണ്. ഓക്കെ. നിങ്ങൾക്ക് വല്ല വസ്തുവും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗവും അതിന്റെ അലങ്കാരവും മാത്രമാകുന്നു. അള്ളാഹുവിലുള്ളത് കൂടുതൽ ഉത്തമവും നീണ്ടു നിൽക്കുന്നതും അത്രേ എന്നിരിക്കെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ നാം ഏതൊരുവന് നല്ലൊരു വാഗ്ദാനം നൽകുകയും എന്നിട്ട് അവൻ അത് നിറവേറ്റിയതായി കണ്ടെത്തുകയും ചെയ്തുവോ, അവൻ ഐഹിക ജീവിതത്തിന്റെ സുഖാനുഭവം നാം അനുഭവിപ്പിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തതിനെ പോലാകുമോ? അവൻ അള്ളാഹു അവരെ വിളിക്കുകയും എന്റെ പങ്കുകാർ എന്ന് നിങ്ങൾ ജലിപ്പിച്ചിരുന്നവരെവിടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമത്രേ. നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിങ്ങൾ എനിക്കും എന്നോടൊപ്പം പങ്കു ചേർത്തവരൊക്കെ എവിടെ എന്ന് ചോദിക്കും എന്നാണ്. ശിക്ഷയെ പറ്റിയുള്ള വാക്ക് ആരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു, അവർ അന്ന് ഈ പ്രകാരം പറയുന്നതാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവരെയാണ് ഞങ്ങൾ വഴിപിഴപ്പിച്ചത്. ഞങ്ങൾ വഴിപിഴപ്പിച്ചതുപോലെ ഞങ്ങൾ അവരെയും വഴിപിഴപ്പിക്കുന്നതാണ്. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഉത്തരവാദിത്തം ഒഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെയല്ല അവർ ആരാധിച്ചിരുന്നത്. പരലോകത്ത് വെച്ചിട്ട് അവര് ആരെയാണോ അവര് പിൻപറ്റിക്കൊണ്ടിരുന്നത് അവരെയും ഞങ്ങൾ വഴിപഴപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത്. അതായത് നാളെ നരകത്തിലേക്ക് വീഴുമ്പം ഞങ്ങളെ കൂടെ തന്നെ അവരെയും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കും എന്നുള്ളതാണ്. ഈ മാതാപിതാക്കളെ പോലും മക്കള് പറയുന്നു, ഞങ്ങൾക്ക് ഇൽമു നൽകാതെ പോയത് അവര് കാരണമാണ്. അതുകൊണ്ട് ആദ്യം അവരെ അള്ളാഹു നീ നരകത്തിലേക്ക് ഇട്, അവരെ മുന്നിൽ അവരെ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങള് നിക്കട്ടെ നരകത്തിലെന്ന്. കാരണം നരകത്തിന്റെ ചൂട് താങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ അവർ പറയുന്നതാണ്, എന്റെ മാതാപിതാക്കൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, അവരെങ്ങോട്ട് അയച്ചുവിട് റബ്ബേ, അവരെ ചവിട്ടിന്ന് കൊണ്ട് വേണം എനിക്ക് നിൽക്കാനും പറയുമ്പം അവരെന്തായിരിക്കും, ചിലപ്പം അവര് സത്യവിശ്വാസികളായിരുന്നിരിക്കും. പക്ഷെ അവര് നേർവഴി കാണിക്കേണ്ട സമയത്ത് മക്കൾക്ക് നേർവഴി കാണിക്കാത്തത് കൊണ്ട് തന്നെ അവരും നാളെ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്.
നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ എന്ന് ബഹുദൈവവാദികളോട് പറയപ്പെടും. അപ്പോൾ ഇവർ അവരെ വിളിക്കും, എന്നാൽ അവർ പങ്കാളികൾ ഇവർക്ക് ഉത്തരം നൽകുന്നതല്ല. ശിക്ഷ ഇവർ നേരിൽ കാണുകയും ചെയ്യും, ഇവർ സന്മാർഗം പ്രാപിച്ചവരാണെങ്കിൽ. അള്ളാഹു അവരെ വിളിക്കുകയും ദൈവദൂതന്മാർക്ക് എന്തുത്തരമാണ് നിങ്ങൾ നൽകിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ആകുന്നു. അന്നത്തെ ദിവസം വർത്തമാനങ്ങൾ അവർക്ക് അവ്യക്തമായി തീരുന്നതാണ്. അപ്പോൾ അവർ അന്യോന്യം ചോദിച്ചറിയുകയില്ല. നാളെ സംസാരിക്കാനുള്ള, പരലോകത്ത് വെച്ച് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ ശരീരഭാഗങ്ങളായിരിക്കും സംസാരിക്കുക. കൈകൾ സംസാരിക്കും, കാലുകൾ സംസാരിക്കും, അവയവങ്ങൾ സംസാരിക്കും. എന്താണോ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, ആ ശരീരഭാഗങ്ങൾ നാളെ അള്ളാഹുനുമായിട്ട് മുനാജാത്ത് നടത്തും എന്നാണ്. എന്നാൽ ഖേദിച്ചു മടങ്ങുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവൻ വിജയികളുടെ കൂട്ടത്തിലായേക്കാം. നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തിരഞ്ഞെടുക്കുവാൻ അർഹതയില്ല. അള്ളാഹു എത്രയോ പരിശുദ്ധനും അവർ പങ്കു ചേർക്കുന്നതിനെല്ലാം അതീതനുമാകുന്നു. അവരുടെ മനസ്സുകൾ ഒളിച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും നിന്റെ രക്ഷിതാവ് അറിയുന്നു. അവനെത്ര അള്ളാഹു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. ഈ ലോകത്തും പരലോകത്തും അവനാകുന്ന സ്തുതി, അവനാണ് വിധികർത്തിത്വം, അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതുമാണ്. നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നുവെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരിക എന്നിരിക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് രാത്രിയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാത്രി പിന്നീട് പകലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരാണ് നമുക്ക് വെളിച്ചം കൊണ്ടു തരിക എന്നാണ് ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു രാവ് നമുക്ക് നൽകി, പിന്നീട് ആ രാവ് പകലായില്ല. അതായത് ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ എടുത്തൊഴിവാക്കി. അപ്പോഴാണല്ലോ രാവാവുന്നത് അല്ലെ? നമുക്ക് സൂര്യനെ കാണാൻ കഴിയാത്ത ഒരു സമയമാണല്ലോ രാവ്. പിന്നീട് ആ സൂര്യൻ തിരിച്ചു മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുത്തരിക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് പറയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹു അല്ലാതെ ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരു രാത്രി കൊണ്ടുവന്നു തരിക എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? രാത്രിയും അതേപോലെ തന്നെ പകല് മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് വിശ്രമം ഉണ്ടാകുമായിരുന്നില്ല. എന്ന ശരീരത്തിന് നമുക്ക് വിശ്രമിക്കാനുള്ള കഴിവുണ്ടാവുമായിരുന്നില്ല. അതോട് കൂടിയിട്ട് എന്താവും, മനുഷ്യനെ നശിച്ചു പോകും എന്നുള്ളതാണ്. അവന്റെ കാരുണ്യത്താൽ അവൻ നിങ്ങൾക്ക് രാവും പകലും ഉണ്ടാക്കി തന്നിരിക്കുന്നു. രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കുവാനും പകൽ സമയത്ത് അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ട് വരാനും നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടി. അവൻ അള്ളാഹു അവരെ വിളിക്കുകയും എന്റെ പങ്കാളികൾ ആരെന്ന് നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരുന്നവർ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെന്ന് പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ആ സമുദായങ്ങളോട് നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് നാം പറയും. ന്യായം അള്ളാഹുവിനുള്ളതാണ് എന്ന് അപ്പോൾ അവർ മനസ്സിലാക്കും. അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നതെല്ലാം അവരെ വിട്ടുമാറിപ്പോവുകയും ചെയ്യും. തീർച്ചയായും ഹാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ട് അവൻ അവരുടെ നേരെ അതിക്രമം കാണിച്ചു. തന്റെ ഖജനാവുകൾ ശക്തരായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കവണ്ണം നിക്ഷേപങ്ങൾ നാം അവന് നൽകിയിരുന്നു. അവനോട് അവന്റെ ജനത ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകും ഇത്രേ: നീ പുളകം കൊള്ളേണ്ട, പുളകം കൊള്ളുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല. ഹാറൂൺ എന്ന് പറയുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പണക്കാരനായിരുന്നു എന്നാണ്. അവന്റെ സമ്പത്തിന്റെ താക്കോല്, അതായത് അവന്റെ ഖജനാവിന്റെ താക്കോല് കൊണ്ടു നടക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അവന്റെ സമ്പത്തിന്റെ ഖജനാവിന്റെ താക്കോല് കൊണ്ട് നടക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അവന്റെ സമ്പത്തിന്റെ വലിപ്പം എത്ര ഉണ്ടാവും? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയുകയാണ് ചെയ്തത് അവന്റെ അഹങ്കാരം കൊണ്ട്. അതായത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനമായിരിക്കും. നമുക്കിപ്പോ കുറച്ച് മക്കളുണ്ട് നിൽക്കുക, ആ മക്കളാണ് അവരെന്ന് വിചാരിക്കുക. ഓക്കെ, അത് ആമക്കളുള്ള ഉമ്മമാർക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ആമക്കളെ കാണുമ്പോഴൊക്കെ എപ്പോഴും ഒരു പുളകാണ്, ഒരു ഭയങ്കര ഒരു അഭിമാനമാണ് അല്ലെ? ആമക്കളെ കാണുന്ന ആമക്കളുള്ള ഉമ്മമാർക്ക് അറിയുന്നുണ്ടാവും. അവരെ കാണുമ്പോൾ ഒരു അഭിമാനമാണ് നമുക്ക് എപ്പോഴും. അതുപോലെ തന്നെ ഒരുപാട് സമ്പത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. നമ്മളെ വീട്ടിന് മുമ്പിൽ ഒരു 3-4 കാറുകളൊക്കെ കിടക്കട്ടെ, നമുക്കൊരു ഭയങ്കര ഒരു അഭിമാനം, ഒരു പുളകം പോലെ തോന്നും അതൊക്കെ കാണുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ. നമുക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആ സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കട്ടെ, നമുക്ക് ഒരു പുളകം കൊള്ളണ മാതിരി നമുക്ക് തോന്നും അല്ലെ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത്രയും നമുക്കൊരു ചെറിയ കാര്യത്തിന് തന്നെ എത്രക്ക് നമുക്ക് അഭിമാനം പുളകവും ഒക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാറൂൺ സംഭവിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അവന് എന്തായിരുന്നു, അവന്റെ ജനത അവനോട് പറഞ്ഞു എന്ന്. അതായത് ഇങ്ങനെ അവന് അഹങ്കാരം കാണിക്കുന്നത് കണ്ടപ്പോൾ നീ ഇത്രയും പുളകം കൊള്ളൊന്നും വേണ്ട, അള്ളാഹു ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടുക, ഐഹിക ജീവിതത്തിൽ നിന്ന് നിനക്കുള്ള ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നീ നാട്ടിൽ കുഴപ്പത്തിന് മുൻതിരരുത്, കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. അതായത് ഭൂമിയിൽ ഉള്ള അനുഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കണ്ടെന്നല്ല, ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തൃപ്തിപ്പെടാൻ
രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. പക്ഷെ ഒരിക്കലും പരലോകം മറന്നുകൊണ്ടായിരിക്കരുത് എന്ത് ഇഹലോകത്തിന്റെ സുഖങ്ങള് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം അത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അതായത് പിന്നെ ഈ ഹാറൂന്റെ ധനത്തിന്റെ താക്കോലുകൾ വേണ്ടിയിട്ട് ആ താക്കോലിന്റെ കൂട്ടങ്ങൾ, അതായത് ജനങ്ങൾക്ക് എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു, അതായത് ആളുകൾക്ക് ഞെങ്ങി നെരിഞ്ഞെടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു, അതായത് എല്ലാ ജനങ്ങളും എടുത്താൽ പോലും തീരാത്തത്രയും ഖജനാവുകളുടെ താക്കോലുകൾ മാത്രം ഹാറൂണിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒക്കെ അത്രയും ധനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വർണം വെള്ളി എല്ലതും അത്രയ്ക്കധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പുളകമായിരുന്നു അതൊക്കെ കാണുന്നതും ഇതാക്കുന്നതും എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഹാറൂണിനെ കുറിച്ചിട്ട് പിന്നീട് ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവനെയും അവന്റെ ഇതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഹാറൂൺ പറഞ്ഞു, എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. അതിനാൽ അവന് മുമ്പ് അവനേക്കാൾ കടുത്ത ശക്തിയുള്ളവനും കൂടുതൽ സംഘബലമുള്ളവരുമായിരുന്ന തലമുറകൾ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ? തങ്ങളുടെ പാപങ്ങളെ പറ്റി കുറ്റവാളികളോട് അന്വേഷിക്കപ്പെടുന്നതല്ല. അതായത് ഹാറൂൺ പറയും, എന്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്, ഞാൻ ഇതൊക്കെ നേടിയെടുത്തത് എന്റെ കഴിവ് കൊണ്ടാണ്. ഇന്നും നമ്മൾ പല ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, സ്വന്തം കഴിവ് കൊണ്ടാണ് എല്ലതും നേടിയെടുത്തത്, എന്റെ ബുദ്ധി കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ അങ്ങനെ തീരുമാനിച്ച് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്, ഞാൻ അത്രയും തീരുമാനിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണെന്നാണ് പല ആളുകളും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ഒക്കെ വിഡ്ഢിത്തരം മാത്രമാണ്, വെറും വട്ടപൂജ്യം മാത്രമാണ്. ആരുടെയും കഴിവ് കൊണ്ടൊന്നല്ല ആർക്കും ലഭിച്ചത്. ഒരാള് പണക്കാരനായതും ഒരാൾ പാവപ്പെട്ടവനായതും അവന്റെ കഴിവുകേട് കൊണ്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒരു സമയത്ത് ഓരോ സമയത്തിന്റെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ എല്ലാവരും കച്ചവടം തുടങ്ങുന്നു, എല്ലാവരും കച്ചവടത്തിൽ വിജയിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് അതില് ഒരു കൂട്ടര് വിജയിക്കുന്നുണ്ട്, ഒരു കൂട്ടർ ഇതായി പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അത് എളുപ്പമായി, അതുകൊണ്ട് അവർ വിജയിച്ചു. ചില ആളുകൾക്ക് അത് എളുപ്പമായില്ല, അതുകൊണ്ട് അവന് പരാജയപ്പെട്ടു. പക്ഷെ അത് അവന്റെ കഴിവുകേട് കൊണ്ടൊന്നല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിശ്ചയം കൊണ്ട് മാത്രം സംഭവിച്ചു എന്നുള്ള മാത്രം. നമുക്ക് ബുദ്ധിയും കഴിവൊക്കെ തന്നിട്ടുള്ള നമ്മളോട് പ്രവർത്തിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അതിന്റെ കച്ചവടം വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ അതല്ല സത്യം, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ പ്രവർത്തിക്കണം. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതില് ഖൈറ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല, എനിക്കല്ല വേറൊരാൾക്കാണ് ആ ഒരു ഖൈറ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ച് അയാള് അതിന്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവന് ഊറ്റം കൊള്ളുക എന്ന് പറയില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹാറൂണ് ചെയ്ത പോലെ തന്നെ ഊറ്റം കൊള്ളലാണ്. ആ ഊറ്റം കൊള്ളുന്നതിന് അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ അവൻ ജനമധ്യത്തിലേക്ക് ആർഭാടത്തോടെ ഇറങ്ങി പുറപ്പെട്ടു. ഐഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവർ അത് കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹാറൂൺ ലഭിച്ചതുപോലെയുള്ളത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. തീർച്ചയായും അവൻ വലിയ ഭാഗ്യമുള്ളവൻ തന്നെ. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, വലിയ വലിയ പണക്കാരെ കാണുമ്പോൾ അത് അവരെ പോലെ നമുക്കും ആയിരുന്നെങ്കിൽ, അവർക്ക് ഉണ്ടായതുപോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ആ പണം അല്ലെങ്കിൽ ആ സമ്പത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് അതുകൊണ്ട് പിന്നെ അമലുകൾ ചെയ്യാനാണ് കൽപ്പിക്കുന്നത്. നാളെ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള അമലുകൾ ചെയ്യാനാണ് ദുനിയാവ് കൊടുക്കുന്നത്. ആ അമലുകൾ അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ്, അവര് ശിക്ഷയുടെ കാഠിന്യം അറിയുന്നവരാണ്. അതിന് കണ്ടിട്ട് അവർക്ക് കൊടുത്ത സമ്പത്ത് കണ്ടിട്ട് അത് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നവന് വിഡ്ഢി മാത്രമാണ്. കാരണം അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മളും അതുപോലെ ചെയ്യണമായിരുന്നു. അത് ചെയ്യോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു വെക്കുക. നമുക്ക് ഇപ്പൊ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ എത്ര അമല് ചെയ്യുന്നുണ്ട്? നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് എത്ര അമല് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളെ കയ്യിലുള്ള സമ്പത്ത് സ്വത്ത് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു 10 രൂപ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മൾ ചെലവഴിക്കുവോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി, നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാവുന്നുണ്ടോ? നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഈ 10 റുപ്യ ഞാൻ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ സ്ഥിതി എന്താവും, അപ്പൊ അതുകൊണ്ട് ഇത് എടുത്തു വെക്കട്ടെ അല്ലേ? നമ്മളതല്ലേ വിചാരിക്കുന്നത്. നമ്മളെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വിൽക്കാൻ തയ്യാറാവോ? ഇല്ല. അത് നാളെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വെക്കണം അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. അപ്പൊ ഇത്ര കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല? നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കിട്ടിയവനെ കുറിച്ച് നോക്കിയിട്ട് അത്ര എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെലവഴിക്കായിരുന്നു,
ഒരിക്കലും ചെയ്യൂല. ഇല്ല, ഇന്ന് ചെയ്യാത്തവന് നാളെ അത് അത്രയും ചെയ്യൂല. പണ്ട് പറയും എന്താണ്, പിന്നെ ആട്ടിയാണ്ട് പോകുമ്പോ പിന്നെ ഏഹ് ആ കൊ- അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആട്ടിയാണ്ട് പോകുമ്പോ ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, അത് കൊടുക്കാത്തവനാണ് നാളെ വീട്ടിൽ ചെന്നിട്ട് എണ്ണ കൊടുക്കുന്നത് എന്ന്. അതായത് പിന്നെ അതിന്റെ കീടനുണ്ടല്ലോ, ആ ആട്ടിയാണ്ട് പോകുമ്പോ ഈ കീടന് കിട്ടില്ല, ആ കീടന് കൊടുക്കാത്തവനാണ് നാളെ വീട്ടിൽ ചെന്നിട്ട് എണ്ണ കൊടുക്കുന്നതെന്ന്. കാരണം അത് ചെയ്യൂല. കാരണം അവന് ഇന്ന് ഉള്ളത് കൊണ്ട് അവന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഫുള്ളായിട്ട് കിട്ടിയിട്ട് നമ്മൾ അത് ചെയ്യുന്ന പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മള് വെറുതെ നമ്മളെന്താ വ്യാമോഹത്തിൽ പറയണം, എനിക്ക് അതിനെ കിട്ടിയിരുന്നെങ്കിൽ, അത്രയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എത്ര ചെയ്യുമായിരുന്നു. ഒന്നും ചെയ്യൂല. നമ്മള് ഉള്ളത് കൊണ്ട് ഇന്ന് എന്താണോ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് അമൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്നുള്ളതാണ്. ജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞു, നിങ്ങൾക്ക് നാശം വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് കൂടുതൽ ഉത്തമം, ക്ഷമാശാലികൾക്കല്ലാതെ അത് നൽകപ്പെടുകയില്ല. അതായത് വിജ്ഞാനമുള്ളവനാണ് സത്യമായിട്ടും അവനാണ് ശരിക്കും അമൽ ചെയ്യുന്നത്. കാരണം എന്താണ്, ആ വിജ്ഞാനമുള്ളവന് പറയും, നിങ്ങൾ എന്താണ്, നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയായിരുന്നു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുക മാത്രം ചെയ്താൽ മതി. അല്ലാതെ കുറേ സമ്പത്ത് കൂട്ടി വെച്ചിട്ട് ആ സമ്പത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അമല് ചെയ്യാം എന്ന് പറയുന്നവൻ എന്താണ്, നാശത്തിൽപ്പെട്ടവനാണ് എന്നാണ്. ക്ഷമയുള്ളവർക്കല്ലാതെ അത് നൽകപ്പെടുകയില്ല. അതായത് സമ്പത്തും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകണമെന്നുണ്ടെങ്കിൽ അവന് എന്തായിരിക്കണം, അവന് ഇന്ന് ആ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവനക്ക് മാത്രമേ നാളെ കർമ്മം കൂടുതൽ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുള്ളൂ. അല്ലാത്തവൻ എന്താണ്, ഹാറൂനെ പോലെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടും. അങ്ങനെ അവനെയും അവന്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് പുറമെ തന്നെ സഹായിക്കുന്ന ഒരു കക്ഷിയും അവനുണ്ടായില്ല. അവൻ സ്വയം രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലുമായില്ല. ആ, ഈ ഒരു ഒറ്റ വാക്കിലാണ് ഹാറൂന്റെ അന്ത്യത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓക്കെ. പിന്നെ ഭൂമി പിളർന്നിട്ട് ഭൂമിയുടെ വായ തുറന്നു അവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ വസ്തുക്കളെയും സർവ്വസമ്പത്തിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. ഓക്കെ. അവരും അവരോട് ചേർന്നിട്ട് എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി ഭൂമി അവരുടെ മേൽ അടയുകയും അവര് നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ബൈബിളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതായത് ഭൂമി പിളരുകയും അത് ഭൂമിയിലേക്ക് മുഴുവനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിക്കളയുകയും ചെയ്തു. ഹാറൂനും അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും ഒക്കെ അതിൽ നശിച്ചു പോയി എന്നുള്ളതാണ്. ഓക്കെ. അത് പിന്നെ വേറൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് കണ്ടപ്പോ ഇന്നലെ അവന്റെ സ്ഥാനം കൊതിച്ചിരുന്നവർ ഇന്ന് ഇപ്രകാരം പറയുന്നവരായി തീർന്നു. ഓ കഷ്ടം, തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. ഞങ്ങളോട് അള്ളാഹു ഔദാര്യം കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളെയും അവൻ ആഴ്ത്തിക്കളയുമായിരുന്നു. ഓ കഷ്ടം, സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല. അതായത് പിന്നെ അത് അന്ന് കണ്ടിട്ട് ഊറ്റം കൊണ്ടിരുന്നവർ, അതായത് അതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആളുകള് പിന്നീട് പറഞ്ഞു, എന്ത്, അള്ളാഹ് ഞാൻ ഇത് ലഭിക്കാതെ പോയതിന് എത്ര നന്നായി, അല്ലെങ്കിൽ ഞാനും അവന്റെ കൂടെ ആ പാതാളത്തിലേക്ക് വീണു പോകുമായിരുന്നു, അതായത് ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവരാകുന്നു ആ പാരത്രിക ഭവനം നാം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. അതായത് പരലോകത്തില് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതായത് ഭൂമിയിൽ ജീവിക്കുമ്പം അവന് നടക്കുമ്പം അവന്റെ അവന്റെ കാല് ശക്തിയായിട്ട് ഭൂമിയിൽ പതിയൂല എന്നാണ്. കാരണം അവന് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് വിനയമായിക്കൊണ്ടായിരിക്കും അവന് ജീവിക്കുക എന്നുള്ളതാണ്. നാളെ പരലോകത്ത് സ്വർഗം മാത്രം ആഗ്രഹിച്ച് നടക്കുന്നവര് ഭൂമിയിൽ എത്ര സമ്പത്ത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവനക്കൊന്നും സംഭവിക്കുന്നില്ല. അവനക്ക് ആ ഒരു വിനയം എപ്പോഴും ഉണ്ടാവും. അവന് ലഭിച്ചത് അവൻ്റെതല്ല എന്നുള്ളത് അവനക്ക് നല്ലോണം അറിയാം. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ കയ്യിൽ ഏൽപ്പിച്ച സബബ് മാത്രമാണത്. ആ സബബ് ഇന്നല്ലെങ്കിൽ നാളെ അത് എന്നിൽ നിന്നെടുത്ത് വേറൊരാൾക്ക് കൊടുക്കും. അതിനെ ഇന്ന സബബാക്കി എന്നതിന് ഞാൻ അൽഹംദുലില്ലാഹ്, ഞാൻ നന്ദി കാണിക്കുന്നു. നാളത്തെ സ്ഥിതി അള്ളാഹുവിന് മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളത് പറയുന്നവരാണ് അവർ. അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. ആർ നന്മയും കൊണ്ടുവന്നുവോ അവൻ അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും. വല്ലവൻ തിന്മയും കൊണ്ടാണ് വരുന്നതെങ്കിൽ തിന്മ പ്രവർത്തിച്ചവർക്ക് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമല്ലാതെ നൽകപ്പെടുകയില്ല. ഇത് അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആരാണോ നന്മ പ്രവർത്തിച്ചത് അവൻക്ക് അതിന്റെ ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന്. എന്നാൽ തിന്മ പ്രവർത്തിച്ചതിന് എന്താണ്, ആ തിന്മയുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. ആ തിന്മ എന്താണോ ചെയ്തത് ആ തിന്മക്കുള്ള പ്രതിഫലം ഉണ്ടാവുള്ളൂ. എന്നാല് നന്മ ചെയ്യുന്നവന് എന്താണ്, അവനക്ക് 700 ഇരട്ടി വരെ ആ നന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കും എന്നുള്ളതാണ്.
തീർച്ചയായും നിനക്ക് ഈ ഖുർആൻ നിയമമായി നൽകിയവൻ തിരിച്ചെത്തേണ്ട സ്ഥാനത്തേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. പറയുക, സന്മാർഗവും കൊണ്ട് വന്നതാരാണെന്നും സ്പഷ്ടമായ ദുർമാർഗത്തിലാകപ്പെട്ടത് ആരാണെന്നും എന്റെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാണ്. നിനക്ക് വേദഗ്രന്ഥം നൽകപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യത്താൽ അത് നിനക്ക് ലഭിച്ചു. ആകയാൽ നീ സത്യനിഷേധികൾക്ക് സഹായിയാകരുത്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ വചനങ്ങൾ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ നിന്നെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. നിന്റെ രക്ഷിതാവിലേക്ക് നീ ക്ഷണിക്കുക. നീ ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിലായി പോകരുത്. അള്ളാഹുവോടൊപ്പം വേറെ യാതൊരു ദൈവത്തെയും നീ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവന്റെ തിരുമുഖം ഒഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ്. അവനുള്ളതാണ് വിധികർത്തിത്വം. അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മളോട് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് വേറൊരു ഇലാഹില്ല, അവനല്ലാത്ത എല്ലാ വസ്തുക്കളും എന്താവും, നശിച്ചു പോകും. വിധികർത്തിത്വം, അതായത് നാളെ പരലോകത്ത് വിചാരണ അള്ളാഹുവിന് മാത്രം വെച്ചിട്ടുള്ളതാണ്. എല്ലാവരും അവന്റെയിലേക്കാണ് തിരിച്ചു മടങ്ങപ്പെടുന്നത്. ഇതാണ് തൗഹീദ്. ഒക്കെ ഈ 4 കാര്യങ്ങൾ കൂടിയതാണ് തൗഹീദ്. നമ്മൾ വിശ്വസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു അല്ലാതെ വേറെ ആളെയും പ്രാർത്ഥിക്കരുത്. അവനല്ലാതെ വേറൊരു ദൈവമില്ല. അവന്റെ തിരുമുഖമൊഴി, അതായത് അള്ളാഹു അല്ലാത്ത ബാക്കി എല്ലാതും നാളെ നശിക്കപ്പെടുന്നതാണ്. ഈവൻ പിന്നെ നമ്മുടെ റൂഹിനെടുക്കുന്ന മലക്കിനെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാന നിമിഷം അവനോട് തന്നെ അവന്റെ റൂഹിനെടുക്കാൻ പറയും എന്നുള്ളത്. അത്രയും ഭൂമിയിലും ആകാശങ്ങളിലും ലോകത്തും ഉള്ള അള്ളാഹുവിന്റെ എല്ലാതിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും മരിപ്പിക്കും എന്നാണ്. നമ്മളെ റൂഹിനെടുക്കുന്ന മലക്കാണ് ലാസ്റ്റ് ബാക്കിയാവുക എന്നുള്ള. എന്നിട്ട് അതിനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താവും, നീ നിന്റെ റൂഹിനെ നീ തന്നെ എടുക്കുക എന്ന് പറയുന്നു. അപ്പൊ അവൻ പറയുന്നു, അള്ളാഹുവേ, ഞാൻ ഇത് അറിഞ്ഞിരുന്നില്ല, ഇതിന്റെ വേദന, കാഠിന്യം, മരിപ്പിക്കപ്പെടുന്നത്, മരണത്തിന്റെ വേദന ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണെന്ന് അവൻ പറയുന്നതാണ്. അത്രയും കഠിനമായ വേദന തന്നെയാണ് മരണത്തിനുണ്ടാവുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും പറ്റില്ല. നമ്മളെ മാതാപിതാക്കളും കുടുംബങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോകുമ്പോഴും നമുക്ക് നോക്കി നിന്ന് അവരോട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അത് നാളെ സംഭവിക്കുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും നമ്മളെ മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കും. നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മരണത്തിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്. ആയിഷ ബീവിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, മരണത്തിന് വേദനയുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ആ വേദന അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ആ ഒരു മരണത്തിന്റെ വേദന ലഘൂകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം എന്നുള്ളതല്ലാതെ മരണത്തിന് വേദന ഇല്ലാത്തൊരു മരണവും ദുനിയാവിൽ നടന്നിട്ടില്ല. അത് സംഭവിക്കുമ്പോൾ അതിന് വേദന ഉണ്ടാവും. അത് നമ്മൾ കാണും. നമുക്കതിന് വിഷമമുണ്ട്, ഒക്കെ ശരിയാണ്. അത് ഒരു അനുഭവം കൂടിയാണ്, നമുക്കൊരു പാഠവും കൂടിയാണ്. കാരണം ഭൂമിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് മരണപ്പെട്ടു പോകുകയേ മതിയാവും. നമ്മൾ മരണപ്പെട്ടു പോയിട്ട് വേണം മറ്റൊരു തലമുറ ഈ ലോകത്ത് വരാൻ. അവർക്കും മരണപ്പെട്ടതിന് ശേഷം വേറൊരു ലോകം വരാനുണ്ട്, വേറൊരു സമൂഹം വരണം. അതിന് നമ്മൾ പോയേ മതിയാവും. ഇവിടെ തന്നെ ഇരുന്ന് വെക്കുക. നമ്മളിപ്പോ ഒരു 100 കൊല്ലം വേണമെന്ന് പറയാ, നമ്മൾ ദുആ ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് 100 കൊല്ലം വേണം, 200 കൊല്ലം, 500 കൊല്ലം വേണം. നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരു 10, 60, 70 വയസ്സ് വരെയുള്ള ആളുകൾ, അവരാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുനിയാവില് വേസ്റ്റ് ആണ്. നമുക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളെ റൂമില് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും. കാരണം നമ്മളോട് സംസാരിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. ആളുകൾ ഉണ്ടാവില്ല നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ. അതായത് നമ്മളെ പോലെ ചിന്തിക്കുന്ന ആളുകളുടെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. അവര് ഇതിനേക്കാളും ഫാസ്റ്റ് ആയി, നമുക്ക് തന്നെ അറിയാം നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അവര് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അവർക്കൊന്നും നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ പോലെ തന്നെ പണ്ട് കഥകളും പറഞ്ഞിരിക്കാൻ അവർക്ക് നേരം ഉണ്ടാവില്ല. നമ്മളെന്താവും, ഒറ്റപ്പെട്ടിട്ടായിരിക്കും പിന്നീടുള്ള ജീവിതം. മാക്സിമം 60, 70 വയസ്സ് വരെയൊക്കെ ഒരു മനുഷ്യന് ഒരു സാമൂഹികമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന് വെറും വേസ്റ്റ് ആയിട്ട് മാറുകയാണ്. എല്ലാവരും നമ്മളൊന്ന് മരണപ്പെട്ടു പോകാന് കൊതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളും അതേപോലെ തന്നെ ആയിരിക്കും. കാരണം എന്തിനാണ് ഇത്രയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിലേക്ക് എത്താതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഒരു കുട്ടികളുടെ മയരത്തുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ മടക്കപ്പെടാതിരിക്കുന്നതാണ് നല്ലത്.
കാരണം നമ്മളെ നോക്കാൻ ആളുണ്ടാവില്ല, നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആളുകൾക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഹോം നേഴ്സിനെ വെക്കേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളിലാണ് ആളുകൾ പോവുക. പിന്നീട് നമ്മൾക്ക് പ്രായമായിട്ട് നമ്മളെ നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ എപ്പോഴും നമുക്ക് എപ്പോഴും ഇജ്ജത്തോട് കൂടിയിട്ട് ജീവിക്കുക, ഇജ്ജത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ആരോഗ്യത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ കഴിയുക, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്തിൽ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ദുനിയാവിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്, ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളത് ആ ഒരു സമയം തന്നെയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. അള്ളാഹു എനിക്ക് ഇസ്സത്തോട് കൂടിയിട്ട് ജീവിക്കണം, ഇസ്സത്തോട് കൂടിയിട്ട് തന്നെ നിന്നിലേക്ക് മടങ്ങണം. നാളെ പരലോകത്ത് സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസിൽ ആലയില് നമുക്ക് നമ്മുടെ റബ്ബിനെ ഏറ്റവും കൺകുളിർമയിൽ കണ്ടുമുട്ടണം. ഇന്ന് നമ്മൾ എങ്ങനെയാണോ ചന്ദ്രനെ നോക്കിക്കാണുന്നത്, പൂർണ്ണചന്ദ്രനെ നോക്കിക്കാണുന്നത്, അതുപോലെ ആയിരിക്കും അള്ളാഹുവിനെ നോക്കിക്കാണുന്നത്. അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. കാരണം അതിന് കഴിയില്ല. അള്ളാഹു എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പിന്നെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. പ്രപഞ്ചത്തിനെ കുറിച്ചിട്ട് ഒന്ന് യൂട്യൂബിലൊന്ന് പ്രപഞ്ചം എന്താണെന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മള് ഈ പ്രപഞ്ചത്തിലെ ഒരു അണു പോലും അല്ല. ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു 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 കുത്താണ്. ആ കുത്തിന്റെ ഉള്ളിലുള്ള കുത്തിന്റെ താഴെയുള്ള കുത്താണ് നമ്മള്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതാണ്. നമുക്കാണ് അള്ളാഹുവിനെ ആവശ്യം, അള്ളാഹുവിനല്ല നമ്മളെ ആവശ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് അവൻ ഇബാദത്ത് ചെയ്യാൻ, അത് നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തു അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച സൂര്യനും ചന്ദ്രനും ഇതൊക്കെ അതുപോലെയല്ലല്ലോ നമ്മളാക്കിയത്. എല്ലാ ബുദ്ധിയും വിവേചനങ്ങളും കഴിവും ഒക്കെ തന്നിട്ട് മനുഷ്യനെ നടക്കുന്നവനാക്കിക്കൊണ്ട് അത്രയും ഭംഗിയുള്ളവനാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിപ്പിലെ ഏറ്റവും ഭംഗിയുള്ളത് മനുഷ്യനാണ് അല്ലെ. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ഭംഗി. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഇസ്സത്താണ്, നമുക്ക് എന്തൊരു സന്തോഷമാണ് തോന്നുന്നത് അല്ലെ നമ്മളെ ഭംഗി കാണുമ്പോൾ അല്ലെ. നമുക്ക് ആ ഭംഗി കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ്, നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അത്രയും ഭംഗിയിലാക്കിയിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അയച്ചിട്ട് ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റും തന്നു. ഭവനങ്ങള്, വീട്, കാറ്, എവിടെ പോകാനും നമുക്ക് കഴിയുന്നു, നമുക്ക് നടക്കാൻ കഴിയുന്നു, ചലിക്കാൻ കഴിയുന്നു, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു, നമുക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നു, നമുക്ക് കരയാൻ കഴിയുന്നു. എല്ലാ കഴിവുകളും മറ്റൊരു ജീവജാലത്തിന് കൊടുക്കാത്ത എല്ലാ കഴിവുകളും നമുക്ക് നൽകിയിട്ട് ദുനിയാവിൽ നമ്മളെ വെച്ചു എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന്റെ അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് സുജൂദ് ചെയ്യുമ്പോൾ അതിനെ സ്നേഹിക്കാൻ കഴിയും, ആ സുജൂദിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. അള്ളാഹുലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്, ഒരു പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്ക് അത്രയും സന്തോഷം നൽകും. നമ്മൾ ഓടും. ആ ഒരു സ്നേഹം നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പള്ളിക്ക് പോകുന്നവരാവും. പള്ളിക്ക് പോകാനും നമ്മളായിരിക്കും ഏറ്റവും ആദ്യം ഓടുക. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് പള്ളിക്ക് പോകുന്നതൊക്കെ ഭയങ്കര ഒരു ബേർഡൻ ആയിട്ടൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്. ദുനിയാവിൽ വെച്ചതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ മനുഷ്യന് തന്നെയാണ്. ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നീടുള്ളതൊക്കെ കിട്ടുന്നതൊക്കെ എന്താ ബോണസ് ആയിട്ട് നമുക്ക് തോന്നും. ദുനിയാവിൽ വീട് കിട്ടുന്നതും, മക്കളെ കിട്ടുന്നതും, ഭർത്താവിനെ കിട്ടുന്നതും, കുടുംബത്തിനെ കിട്ടുന്നതും, അതൊക്കെ കാണുന്നതും ഒക്കെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നും. അവരൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു കണ്ണുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ ദുനിയാവിൽ ജീവിക്കാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. ഈ ദിനിൽ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ അത് അനുഗ്രഹമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഉപയോഗിക്കാനും പഠിക്കണം. ദുനിയാവിലുള്ള വസ്തുക്കള് ഒക്കെ വേണ്ടാന്ന് വെച്ച് ത്യജിച്ചിട്ട് എനിക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലെ മനുഷ്യന് ജീവിക്കാൻ പാടുള്ളൂ. അതിനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചത്. സാമൂഹികമായിട്ട് വെച്ചതിന്റെ ഒക്കെ കാരണം നമ്മൾ അതൊക്കെ വിനിയോഗിക്കണം, അതൊക്കെ ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കണം. സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ അമലാക്കാനേ നമുക്ക് കഴിയണം. അതാണ് ബുദ്ധിമാനായ മനുഷ്യന്. അല്ലാത്തവൻ എന്താ? വിഡ്ഢി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. വിഡ്ഢിയായ മനുഷ്യനാണ്. ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് അതുകൊണ്ട് സ്വർഗം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് വിഡ്ഢിയാണ്. അതുകൊണ്ട് അവനക്ക് സ്വർഗം ലഭിച്ചിട്ടില്ലെങ്കിൽ അവന് വിഡ്ഢിയാണ്. ഒരു റമളാൻ മാസം കിട്ടിയിട്ടും സ്വർഗം ലഭിച്ചിട്ടില്ലെങ്കിൽ അവന് വിഡ്ഢിയാണ്, അവന് നശിച്ചവനായിട്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനോട് ആമീൻ പറയാനാ പറഞ്ഞത്. അതായത് അവന് നശിച്ചിരിക്കുന്നു എന്നുള്ളതിന് ആമീൻ പറയാൻ, അതായത് അവനക്ക് പരലോകത്ത് സ്വർഗത്തിലേക്ക് കയറാനുള്ള വേഗത കുറഞ്ഞവന് അല്ലെ.
അതാണ് വേഗത കുറയുക ചെയ്യാൻ. നമുക്ക് നൽകിയ അമലുകൾ ചെയ്യാൻ നമ്മൾ വേഗത കുറയും തോറും നമുക്ക് പരലോകത്തും സ്വർഗത്തിലേക്ക് കയറാനുള്ള വേഗത കുറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും ഏറ്റവും നന്നായിട്ട് അമല് ചെയ്യാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله غنيني بفضلك من سواك ربي انزل مسلم بارك انت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. ربي اني لما انزلت لي من خير فقير. سبحان الله الحمد لله لا اله الا الله الله اكبر ولا حول ولا قوة الا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. الله والله ربي لا أشرك بشيء لا إله إلا الله العليم العليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. യാ റഹ്മാൻ റഹീമീൻ യാ ദൽ ജലാൽ ഇക്റാം. അല്ലാഹുവേ ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഒത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ സഹോദരങ്ങളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും അള്ളാഹു ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഈ കൂട്ടായ്മയെ അള്ളാഹു സ്വർഗത്തിന്റെ ജന്നാത്തിൽ ഫിർദൗസിലായ അള്ളാഹു നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടുന്ന സമൂഹമാക്കി അള്ളാഹു അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി നീ ഹാസിലാക്കി തരണമേ, പൂർത്തിയാക്കി തരണമേ. അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ സ്വർഗം ലഭിക്കാനുള്ള സബബാക്കി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അള്ളാഹുവെ ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലുകളും ഖുർആന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹു ഞങ്ങളുടെ ഇണകളിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് സന്തോഷവും സുഖവും സമാധാനം സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ ഞങ്ങളുടെ ആയുസിന് അള്ളാഹുയെ നീ നീട്ടിയിടുന്നോളത്തോളം കാലം അള്ളാഹു അതേ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അനുഭവിക്കാനും നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി അവരോട് ഞങ്ങൾ കരുണ കാണിക്കണമേ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹുയെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുയെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹുയെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ നീ നൽകിയ അനുഗ്രഹങ്ങളെ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുയെ ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തമമായ ഭവനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അള്ളാഹു കടം കൊണ്ട് വലയുന്നവർക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അള്ളാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളെ നീ പൂർത്തിയാക്കി കൊടുക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അള്ളാഹുവേ ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടിമകളാകാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നിന്ന് റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അള്ളാഹുവെ ഉയർത്താനും അള്ളാഹുവെ നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വരും തലമുറകൾക്ക് വേണ്ടി അനുഗ്രഹമാക്കി അള്ളാഹുവെ വെക്കാനും ഞങ്ങളിൽ നിന്നുള്ള അമലായി നീ അതിനെ പൂർത്തീകരിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളെ ജീവിത മാർഗങ്ങൾ അല്ലാഹുവേ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ കൈകളിൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഹൃദയങ്ങളിൽ നൽകി അല്ലാഹുവേ ഞങ്ങൾക്ക് അത് ഒരു പരീക്ഷണ വസ്തുവാക്കരുത്. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമേ. അല്ലാഹുവേ പരലോകത്ത് വിചാരണ കൂടാതെ നിന്റെ ഭവനങ്ങൾ നിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചവരുടെ കൂട്ടത്തിൽ ആ 70,000 ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹുവേ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു ഞങ്ങൾ സഹോദരങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹു ഞങ്ങളുടെ ഇണകളുടെ കുടുംബങ്ങൾക്ക് അല്ലാഹുവേ നീ അന്തസ്സും അഭിജാത്യവും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കുന്നവരോടൊപ്പം അല്ലാഹുവേ അവരുടെ കാര്യങ്ങളിൽ അല്ലാഹുവേ നീ ഒരു എളുപ്പത്തെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ അസുഖങ്ങളിൽ നിന്ന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ എല്ലാം പോലെ വരുന്ന ആപത്തുകളും ഞങ്ങൾക്ക് നീ മഞ്ഞുപോലാക്കി തരണമേ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. റമളാൻ മാസം അല്ലാഹു വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും
ഞങ്ങളെ ഇണകളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ സന്തതി പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ ബാറക ഫീ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ആമീൻ 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 റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും വലൈക്കും സലാം സലാം. ചോനതിന് തക്കതായ പ്രതിഫലം തരട്ടെ. ചരിത്രം നമുക്ക് കേൾക്കാനായല്ലോ. يا ربك يا أرحم الراحمين الحمد لله വലൈക്കും സലാം.